കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ പേര്. അതായത് അതിൽ ആദ്യം തന്നിരിക്കുന്നത് തരിസാപ്പള്ളി ലിഖിതമാണ്. CE 849 തരിസാപ്പള്ളി ലിഖിതം. ഇനി നോക്കുക, സ്വസ്തി രാജാവ് സ്ഥാണുരവി പല 100,000 വർഷം ശത്രുക്കളെ എതിർത്ത് കീഴ്പ്പെടുത്തി ഭരിക്കാനുള്ള വർഷങ്ങളിൽ പോയ വർഷം 5 ഈ ആണ്ടിൽ വേണാട് വാഴുന്ന അയ്യനടികൾ തിരുവടിയും. അപ്പോൾ അതിലൊരു തരിസാപ്പള്ളി ലിഖിതത്തിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വർഷം നോട്ട് ചെയ്യണം, 849 ക്രിസ്തു വർഷം 849. മുകളിലുള്ളത് അതാണ്, അതിൻ്റെ പരിഭാഷയാണ് കൊടുത്തിട്ടുള്ളത്. തരിസാപ്പള്ളി ലിഖിതം മധ്യകാല കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടെഴുത്ത് ലിപിയിലുള്ളതാണ് ഈ ലിഖിതം. പെരുമാൾ രാജാവായ സ്ഥാണുരവി അഞ്ചാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമിദാനം കൊടുക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ഈ രേഖയിലുള്ളത്. അപ്പൊ ആരാണ് തരിസാപ്പള്ളി ശാസനം ഏത് രാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെരുമാൾ രാജാവായ സ്ഥാണുരവി. അദ്ദേഹത്തിന്റെ 5-ാമത്തെ ഭരണവർഷത്തില് വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമിദാനം ചെയ്യുന്നതിന്റെ വിവരങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കുക, എന്താണ് കുടി? കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളായിരുന്നു കുടികൾ. അപ്പോൾ നമ്മൾ കുടി എന്ന് പറയില്ലേ, ഓക്കെ, ഊരും കുടി എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, കുടി. കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളായിരുന്നു കുടികൾ. കുടികളുടെ അധിപനാണ് കുടിപതി. കുടികളുടെ അധിപൻ കുടിപതി. കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളായിരുന്നു കുടികൾ. ഇനി എന്താണ് ഊര്? നമ്മൾ മാത്രം പറഞ്ഞു ഊരും കുടിയും. ഓക്കെ, ഊര്. നിരവധി കുടികൾ ചേർന്ന് ഊരുകൾ രൂപം കൊണ്ടു. ഊരിന്റെ അധിപന്മാർ ഊരാളരായിരുന്നു. ഊരാളർ. അപ്പോൾ കുടികൾ കൂടി ചേർന്നിട്ടാണ് ഊരുണ്ടാവുക. ഇനി എന്താണ് നാട്? നിരവധി ഊരുകൾ ചേർന്നതാണ് നാട്. നാടുകൾക്ക് മേൽ അധികാരമുണ്ടായിരുന്നവർ നാടുവാഴികൾ. ഒന്നുകൂടെ പറയാ, കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബം കുടി, കുടിയുടെ അധിപൻ കുടിപതി, നിരവധി കുടികൾ കൂടിച്ചേർന്ന് ഊരുകൾ രൂപം കൊണ്ടു. ഊരിന്റെ അധിപന്മാർ ഊരാളർ. നാട്, നിരവധി ഊരുകൾ കൂടിച്ചേർന്ന നാട്. നാടുകൾക്ക് മേൽ അധികാരമുണ്ടായിരുന്നവർ നാടുവാഴികൾ. ഇനി മഹോദയപുരത്തെ പെരുമാക്കന്മാർ ആരൊക്കെയാണ് ഭരിച്ചത്? രാജശേഖരൻ, സ്ഥാണുരവി, കോതരവി, കോത കേരളകേസരി, ഇന്ദുക്കോത, ഭാസ്കരരവി, രവിക്കോത, ആദിത്യൻ കോത, രാമകുലശേഖരൻ. ആദ്യത്തെ ആള് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, രാജശേഖരൻ. രണ്ടാമത്തും പഠിച്ചു വയ്ക്കുക, സ്ഥാണുരവി. തരിസാപ്പള്ളി ലിഖിതം ഉണ്ടല്ലോ. ഇനി രാമകുലശേഖരൻ അവസാനത്തെ ആളും പറഞ്ഞിട്ട് പഠിച്ചു വയ്ക്കുക. 800 മുതൽ 1122 CE 800 മുതൽ. നോക്കുക, നാടുകളെല്ലാം മഹോദയപുരം പറയുമ്പോൾ കൊടുങ്ങല്ലൂർ. ഇത് നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പറഞ്ഞാണ്. ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ടെന്നുള്ളൂ. മഹോദയപുരം ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ കീഴിലായിരുന്നു നാടുകളെല്ലാം. വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ 14 നാടുകൾ. എത്ര നാടുകൾ ഉണ്ടായിരുന്നു ഇവരുടെ കീഴിൽ? നാടുകൾ ഒരുപാടുണ്ട്. ഇവരുടെ കീഴിൽ 14 നാടുകൾ പെരുമാക്കന്മാരുടെ കീഴിൽ. കേരളത്തിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ചത് ആരാണ്? മഹോദയപുരത്തെ പെരുമാക്കന്മാരാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ സെൻട്രലൈസ്ഡ് റൂള് എന്ന് പറയുന്നത് ഇവരുടെയാണ്. അതേപോലെ തന്നെ രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള രാജാക്കന്മാരാണ് CE 800 മുതൽ 1122 വരെ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പെരുമാക്കന്മാർക്ക് കോയിലധികാരികൾ എന്ന പ്രതിനിധികൾ ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കും. കോയിലധികാരികൾ ആരാണ്? കോയിലധികാരികൾ. അടുത്ത 4 തളി എന്ന ബ്രാഹ്മണ സമിതി പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നു. ആരാണ്? 4 തളി എന്ന ബ്രാഹ്മണ സമിതി. 1000 എന്ന സൈനിക കൂട്ടം ഉണ്ടായിരുന്നു. 1000 എന്ന സൈനിക കൂട്ടം ഉണ്ടായിരുന്നു. നാടുകൾ, നഗരങ്ങൾ, ബ്രാഹ്മണ ഗ്രാമങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ പെരുമാൾ നികുതി ഈടാക്കിയിരുന്നു. എവിടെയൊക്കെയാണ് നികുതി ഈടാക്കിയിട്ടുണ്ടായിരുന്നത്? നാടുകൾ, നഗരങ്ങൾ, ബ്രാഹ്മണ ഗ്രാമങ്ങൾ, ക്ഷേത്രങ്ങൾ. ഒന്നുകൂടെ പറയാ,
നാടുകള്, നഗരങ്ങള്, ബ്രാഹ്മണ ഗ്രാമങ്ങള്, ക്ഷേത്രങ്ങള്. അടുത്തത് സ്വരൂപം. സ്വരൂപമൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് അല്ലേ? നോക്കുക, കോല സ്വരൂപം കോലത്ത് നാട്, നെടിയിരുപ്പ് സ്വരൂപം ഏറനാട് കോഴിക്കോട് ഭാഗത്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. ഇത് അതേപോലെ പഠിച്ചു വയ്ക്കുക. കോല സ്വരൂപം കോലത്ത് നാട്, നെടിയിരുപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. അപ്പോൾ സി 12ാം നൂറ്റാണ്ടിൽ ഇത് പിരിഞ്ഞുപോയി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പെരുമാക്കന്മാർ അവസാനിക്കുകയാണ്. അങ്ങനെ ഈ നാടുവാഴികൾ ഭരിക്കുകയാണ്. അങ്ങനെ 4 സ്വരൂപങ്ങൾ വരികയാണ്. വേണാട്, അതായത് തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് മാർത്താണ്ഡവർമ്മയാണ്. ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിന് കീഴിൽ ശക്തമായ നാട്ടുരാജ്യമായി തിരുവിതാംകൂർ വളർന്നു. അപ്പോൾ 18ാം നൂറ്റാണ്ടിൽ അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വേണാട് അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം എന്തായി മാറി? തിരുവിതാംകൂറായി മാറി. അടുത്തത് മൈസൂർ സുൽത്താൻമാർ. കേരളത്തിലേക്ക് പട നയിച്ച മൈസൂർ ഭരണാധികാരികളാണ് ഹൈദരാലിയും ടിപ്പു സുൽത്താനും. 1766 മുതൽ 1792 വരെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നു. 1766 മുതൽ 1792 വരെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നു. അടുത്ത ഇവിടെ നോക്കുക, മരുമക്കത്തായം സ്വയംഭരണാവകാശമുള്ള തറവാടുകളായിരുന്നു സ്വരൂപങ്ങൾ. അപ്പൊ സ്വരൂപങ്ങളിൽ മക്കത്തായം മരുമക്കത്തായമാണെന്ന് ചോദിക്കും. നിർബന്ധമായിട്ടും പറയാ എന്താണ് മരുമക്കത്തായം. സ്വരൂപങ്ങൾക്ക് സൈനിക കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. നാടുവാഴി സ്വരൂപങ്ങൾ ഓരോന്നും അധികാരം വർദ്ധിപ്പിക്കുന്നതിനായി പരസ്പരം കലഹിക്കുകയും പൊതുശത്രുവിനെതിരെ സഹകരിക്കുകയും ചെയ്തു. ഇവർ പരസ്പരം തല്ലുകൂടിയിട്ടുണ്ടായിരുന്നു. പൊതുവായിട്ട് എന്തെങ്കിലും ശത്രു വരുമ്പോൾ ഇവർ ഒരുമിച്ച് നിന്ന് അവരെ തുരത്തിയിട്ടുണ്ടായിരുന്നു. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ, അതായത് 1498 ആ സമയത്ത് കേരള തീരത്ത് കച്ചവടത്തിനായി പോർച്ചുഗീസുകാർ, പിന്നീട് അതിനുശേഷം ഡച്ചുകാർ, അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത്തരം മത്സരങ്ങളിൽ തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവർ ഇടപെട്ടിരുന്നു. 18ാം നൂറ്റാണ്ട് വരെ നാടുവാഴി സ്വരൂപങ്ങൾ വലിയ മാറ്റമില്ലാതെ നിലനിന്നു. 18ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ മൈസൂർ സുൽത്താൻമാരായ ഹൈദരാലി, ടിപ്പു എന്നിവർ കേരളത്തിലേക്ക് പട നയിക്കുകയാണ്. വടക്കൻ കേരളത്തിലെ നാടുവാഴികളിൽ ഇത് പരിഭ്രാന്തി പടർത്തുകയാണ്. നെടിയിരുപ്പും കോലസ്വരൂപവും മറ്റു ചെറു സ്വരൂപങ്ങളും ദേശങ്ങളുമെല്ലാം മൈസൂർ സുൽത്താൻമാരുടെ അധീനതയിലാവുകയാണ്. അങ്ങനെ കോലസ്വരൂപം നെടിയിരുപ്പ് സ്വരൂപം എല്ലാം ടിപ്പുവിന്റെ കീഴിൽ വരികയാണ്. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം ഭയന്ന മിക്ക നാടുവാഴികളും ദേശവാഴികളും വേണാട്ടിലേക്ക് പലായനം ചെയ്തു. അതായത് ഈ കോല സ്വരൂപം നെടിയിരുപ്പ് സ്വരൂപം ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങോട്ട് പോയി? തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ വേണാട്ടിലേക്ക് പോയി. കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം മൈസൂർ സുൽത്താൻമാരുടെ പരമാധികാരം അംഗീകരിച്ചു. തിരുവിതാംകൂർ ചേർത്ത് നിന്നു. അതായത് പെരുമ്പടപ്പ് സ്വരൂപം ഉണ്ടായിരുന്നു, അവർ ടിപ്പുവിനെ അംഗീകരിച്ചു. പക്ഷെ പിടിച്ചു നിന്നത് അല്ലെങ്കിൽ പൊരുതി നിന്നത് ആരായിരുന്നു? തിരുവിതാംകൂറിലെ ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന കാർത്തിക തിരുനാളായിരുന്നു ഇവർക്ക് അഭയം നൽകിയത്. അടുത്ത തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 മേഖലകളായി കേരളം ഇക്കാലത്ത് മാറി. 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ മലബാർ ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായി നിന്നു, പക്ഷെ അവർ ബ്രിട്ടീഷുകാർക്ക് വിധേയരായിട്ട് നിൽക്കും. അതാണ് ഉണ്ടായത്. ഇനി ഭൂവുടമ അവകാശങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഭൂവുടമാവകാശം ഭൂമിയെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ചേരിക്കൽ എന്ന് പറഞ്ഞിട്ട്. ചേരിക്കൽ എന്ന് പറയുമ്പോൾ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി. ബ്രഹ്മസ്വം ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി. ദേവസ്വം ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി. ഒന്നുകൂടെ പറയാം, ചേരിക്കൽ എന്ന് പറയുമ്പോൾ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി. ബ്രഹ്മസ്വം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി. ദേവസ്വം എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ ഊരാളർ എന്നറിയപ്പെട്ടു. ദേവസ്വം അമ്പലത്തിന്റെ നിയന്ത്രണത്തിലുള്ളത്. രാജാക്കന്മാരോ ബ്രാഹ്മണരോ ക്ഷേത്രത്തിലെ ആളുകളോ നേരിട്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നില്ല. ഈ പറഞ്ഞ ഏത് ഭൂമിയിലും ഇവർ ഭൂമി ഇടനിലക്കാർക്ക് കൃഷി ചെയ്യാനായി നൽകി. അവർ കാരാളർ എന്നറിയപ്പെട്ടു. ആരാണ്? കാരാളർ എന്നറിയപ്പെട്ടു. അങ്ങനെ നാടുവാഴികൾ, ഊരാളർ, അവർക്ക് താഴെ കാരാളർ. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് ഊരാളർ
ഊരാളർ എന്ന് പറയുമ്പോൾ ദേവസ്വം ഭൂമിയുടെ അവകാശികളാണ്. ഏറ്റവും മുകളിൽ നാടുവാഴികളുണ്ട്. അവരുടെ താഴെ ഊരാളർ വരും. അതിൻ്റെ താഴെ അതിൽ ഇടനിലക്കാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവരെ പറയുന്ന പേരാണ്, ഈ കൃഷി ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് എന്ത്? കാരാളർ. ഇനി 12-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഭൂമിയുടെ ഉടമാവകാശങ്ങളിൽ പിന്നെയും മാറ്റം വന്നു. ഭൂമിയുടെ മേലുള്ള അവകാശം തലമുറകളിലൂടെ കൈമാറി വരുന്ന ജന്മാവകാശമായിട്ട് മാറി. ഒരു നാടുവാഴിയാണെങ്കിൽ അയാളുടെ മകനും അല്ലെങ്കിൽ മരുമകനൊക്കെ നാടുവാഴിയെ മാറും. ഇത്തരം ഭൂമി ജന്മം ഭൂമി എന്നും, അതായത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഭൂമിയാണെന്നും അതിൻ്റെ ഉടമസ്ഥാവകാശി ജന്മി എന്നും അറിയപ്പെട്ടു. ഇനി അവിടെ ഒരു തിരുനെല്ലി ലിഖിതം കൊടുത്തിട്ടുണ്ട്. എന്താണ് തിരുനെല്ലി ലിഖിതം? നോക്കാം. തിരുനെല്ലി ദേവർക്ക് നിത്യം പന്തീരടിക്ക് അരി, മുന്നാഴിയാൽ 6 നാഴിയും ഒരു നന്ദാവിളക്കും ഏർപ്പെടുത്തി കീഴ്ക്കാട്ടി ശ്രദ്ധിക്കുക. ഓക്കെ, തിരുനെല്ലി ദേവർക്ക് നിത്യം പന്തീരടിക്ക് അരി, മുന്നാഴിയാൽ 6 നാഴിയും ഒരു നന്ദാവിളക്കും ഏർപ്പെടുത്തി കീഴ്ക്കാട്ടി പോഴ്ചേരിയിൽ ഭൂമി അട്ടിക്കോടെടുത്ത് മുത്തക്കൂറ് വാഴുന്ന കുഞ്ഞിക്കുട്ടവർമ്മൻ എന്ന അടികൾ വീരകുറുമ്പയാർ തിരുവടി അരുൾ ചെയ്തു. അതായത് ഇവർക്കാണ് അതിൻ്റെ അവകാശം എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം പരാമർശിക്കുന്ന തിരുനെല്ലി ലിഖിതത്തിൻ്റെ പരിഭാഷയാണ് ഇത്. അപ്പോൾ ഈ ലിഖിതം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ലിഖിതങ്ങളുണ്ട്. ഇപ്പോൾ ശിലാലിഖിതമുണ്ട്, കല്ലിലൊക്കെ എഴുതുന്നുണ്ട്, ചെപ്പേടുണ്ട്, ചെമ്പിൻ്റെ ഇതിൽ എഴുതുന്നത്. ഇതൊക്കെ ഓരോ അവകാശങ്ങളും അല്ലെങ്കിൽ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്, രാജാക്കന്മാരുടെ ഓർഡറൊക്കെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇത് അവരുടെ ഭാഷയിൽ എഴുതിയ സംഭവത്തെ നമ്മുടെ ഇന്ന് നിലവിലുള്ള മലയാളത്തിലേക്ക് ഒന്ന് മാറ്റിയെന്നുള്ളൂ. എന്നാൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം അതിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, കാരണം വാക്കുകൾ തന്നെ അങ്ങനെയാണ്. അത് അവർ പരിഭാഷപ്പെടുത്തുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ജന്മം വഴി കിട്ടുന്നത് ജന്മി. അടുത്ത വെറും പാട്ടം എന്ന സമ്പ്രദായം ഇക്കാലത്ത് പരക്കെ പ്രചാരം നേടി. ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകാമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമിയാണ് വെറും പാട്ട ഭൂമി. ഒന്നുകൂടെ പറയാം. വെറും പാട്ടം എന്ന സമ്പ്രദായം ഇക്കാലത്ത് പരക്കെ പ്രചാരം നേടി. ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകാമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമിയാണ് വെറും പാട്ട ഭൂമി. വെറും പാട്ടം എന്ന സമ്പ്രദായം ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകാമെന്ന് പറഞ്ഞിട്ട് ഒരു വ്യവസ്ഥ വയ്ക്കും. അങ്ങനെ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമിയാണ് ഏത്? വെറും പാട്ടഭൂമി. കാണം, ഒറ്റി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ട പണയപ്പാട്ടം വ്യവസ്ഥ പെരുമാൾ കാലത്തിന് ശേഷം വലിയ പ്രചാരം നേടി. ഈ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കാണക്കുടിയന് അവകാശമില്ല, കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ഈ അവകാശമാണ് കാണം എന്ന് പറഞ്ഞത്. ഈ കാണം വിറ്റും ഓണം ഉണ്ണണമെന്നും അറിയില്ല, അത് ഇവിടെ നിന്നാണ് വന്നത്. അടുത്ത, ഈ കാലഘട്ടത്തിൽ നിലനിന്ന ഒരുതരം നികുതി ഇളവായിരുന്നു കുഴിക്കാണം. എന്താണ് കുഴിക്കാണം? ഇത് പ്രകാരം കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷ തൈകളെ പാട്ടം കണക്കാക്കുന്നതിൽ നിന്ന് ജന്മിമാർ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ പാട്ടം എടുക്കുമ്പോൾ കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷ തൈകൾ അവർ ഒഴിവാക്കും. അവരെന്തോ ഒരു വലിയ ഫേവർ ചെയ്തു തരുന്ന പോലെ. ഇതിനെ പറയുന്നതാണ് എന്ത്? കൂഴിക്കാണെന്ന് പറയണത്. ഓക്കെ, അപ്പോൾ കാണം, ഒറ്റി എന്നൊക്കെ പറയണത് പണയപ്പാട്ട വ്യവസ്ഥ ആണ്. അടുത്ത 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിലാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ തുടങ്ങിയത്. മലബാർ ഇക്കാലത്ത് മൈസൂർ സുൽത്താൻമാരുടെ കീഴിലായിരുന്നു, നമ്മൾ പറഞ്ഞില്ലേ. കൃഷിഭൂമിയിലെ മൊത്തം ഉൽപാദനം കണക്കാക്കിയിരുന്നത് അതിൻ്റെ ഒരു നിശ്ചിത ഭാഗം നികുതിയായി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് ഓരോ മൈസൂർ സുൽത്താൻമാരും സ്വീകരിച്ചത്. അതായത് കൃഷിഭൂമിയിലെ മൊത്തം ഉൽപാദനം കണക്കാക്കും, എന്നിട്ട് അതിൻ്റെ ഒരു നിശ്ചിത ഭാഗം എന്തായി? നികുതിയായിട്ട് പിരിച്ചെടുക്കും. പിന്നീട് ബ്രിട്ടീഷുകാർ ഭൂ സർവേ കൊണ്ടുവന്നു. ഓരോ ഭൂമിയും ഏക്കർ, സെന്റ് എന്നിവ തരംതിരിച്ച് സർവേ കൊടുത്തു. കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും സമാനമായ ഭൂ സർവേ വന്നു. അപ്പോൾ എല്ലാവരുടെയും സർവേ വരികയാണ്. കൊച്ചിയിലേത് കേട്ടെഴുത്ത് എന്നും തിരുവിതാംകൂറിലേത് കണ്ടെഴുത്ത് എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഭൂ സർവേയെ കൊച്ചിയിൽ പറയുന്ന പേരാണെന്ത്? കേട്ടെഴുത്ത്. ഇനി കണ്ടെഴുത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവിതാംകൂർ. അപ്പോൾ തിരുവിതാംകൂർ കണ്ടു, കൊച്ചി കേട്ടു. ഓക്കെ, തിരുവിതാംകൂർ കണ്ടു, കൊച്ചി കേട്ടു. അടുത്ത, ഇപ്രകാരം തിട്ടപ്പെടുത്തിയ ഭൂമിയിന്മേൽ നിശ്ചിത നികുതി ഏർപ്പെടുത്തി. ഭൂ സർവേ അവർ പറഞ്ഞിരുന്ന പേരാണ്. തിരുവിതാംകൂർ കണ്ടു, കൊച്ചി കേട്ടു. കൃഷിയും തൊഴിൽ കൂട്ടങ്ങളും എന്നുള്ളതാണ് അടുത്ത കൊടുത്തിട്ടുള്ളത്. നോക്കുക,
ഇത് വിത്തുകളുടെ കുറച്ച് പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, തവളക്കണ്ണൻ, ആര്യങ്കാളി, ഒറ്റമൂടൽ, കോഴിവാലൻ എന്നീ വിത്തുകൾ വിതച്ചുള്ള 2 വിളകൾ കന്നിയിലും മകരത്തിലും അങ്ങനെ അതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുക, അപ്പോൾ അത് സമ്പ്രദായമാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നോക്കുക, വയല്, പറമ്പ്, പുരയിടം, മലമ്പ്രദേശം എന്നിവിടങ്ങളിൽ അക്കാലത്ത് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നെല്ലായിരുന്നു പ്രധാന വിള. പറമ്പുകളിൽ നെല്ല്, ചാമ, മുതിര, കിഴങ്ങ് വർഗ്ഗം തുടങ്ങിയവയും വിളയിച്ചിട്ടുണ്ടായിരുന്നു. തെങ്ങ്, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പയറുവർഗ്ഗം, കിഴങ്ങ് വർഗ്ഗം തുടങ്ങിയവ പറമ്പുകളിൽ ഉണ്ടായിരുന്നു. മലമ്പ്രദേശത്ത് മലനെല്ലുണ്ടായിരുന്നു. വയനാടിനൊക്കെ അങ്ങനെ പേര് കിട്ടിയത് വയൽനാട്, വയനാട്. മലമ്പ്രദേശത്തെ കാട്ടുവിഭവങ്ങളും അക്കാലത്ത് ശേഖരിച്ചിരുന്നു. ഇടവപ്പാതി, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ പറയുന്ന പേരാണ് ഇടവപ്പാതി. വടക്ക് കിഴക്കൻ മൺസൂണിനെ പറയുന്ന പേരാണ് തുലാവർഷം. ഇതിനെ ആശ്രയിച്ചിട്ടാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ചാണകവും പച്ചിലകളും അടങ്ങിയ ജൈവവളമാണ് അക്കാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കുക, എന്തൊക്കെ തൊഴിൽ കൂട്ടങ്ങളാണ് മധ്യകാലത്ത് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. കൃഷിയും കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ, കരകൗശല ലോഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ, കച്ചവടവുമായി ബന്ധപ്പെട്ടവർ, തുണി നെയ്ത്ത്, എണ്ണയാട്ടൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവർ, ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടവർ, നാടുവാഴി സ്വരൂപവുമായി ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെ പ്രത്യേക തൊഴിൽ ചെയ്തവരുടെ പിന്മുറക്കാരും അതേ തൊഴിൽ ചെയ്യാൻ തുടങ്ങി. ഒരേ ജോലികൾ ചെയ്തു വന്നവരുടെ കൂട്ടങ്ങൾ ക്രമേണ ഒരേ ജാതിയായിട്ട് മാറി. വയലിൽ കൃഷി ചെയ്തിരുന്ന അടിയാളന്മാർ മധ്യകാലത്തെ ജാതി ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആൾക്കാരും ബ്രാഹ്മണർ ഏറ്റവും മുകളിലുമായിരുന്നു. കുലത്തൊഴിലനുസരിച്ച് മറ്റു ജാതികളുടെ സ്ഥാനം ഈ 2 തട്ടുകൾക്കിടയിലായിരുന്നു. അങ്ങനെ ജാതി എന്നുള്ള സംഭവം ജോലിക്കനുസരിച്ച് വരികയാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ശുദ്ധ, അശുദ്ധി എന്നൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ മണ്ണിന്റെ ഉടമകളായിരുന്നവർ മേൽജാതിക്കായി സ്വയം കണക്കാക്കുകയും മണ്ണിൽ പണിയെടുക്കുന്നവർ കുലത്തൊഴിൽ ചെയ്തിരുന്നവരെയും കീഴ്ജാതിയായിട്ട് മാത്രം അവർ പരിഗണിക്കാൻ തുടങ്ങി. അങ്ങനെ ജാതി തിരിച്ച് ആളുകളെ രേഖപ്പെടുത്താൻ തുടങ്ങി. ഇതോടെ കുലത്തൊഴിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ ജാതിയായി മാറി. ഇപ്പൊ അവർക്ക് കുലത്തൊഴിൽ ചെയ്യാൻ പറ്റിയാലും ചെയ്തില്ലെങ്കിലും ആ ജാതിയായിട്ട് മാറി. ശുദ്ധം, അശുദ്ധം. ശ്രദ്ധിക്കുക, മധ്യകാല ജാതി വ്യവസ്ഥ അനുസരിച്ച് മേൽജാതികൾ ശുദ്ധവും കീഴ്ജാതികൾ അശുദ്ധവുമായി കണക്കാക്കിയിരുന്നു. കീഴ്ജാതിക്കാർ മേൽജാതിക്കാരെ തൊട്ടാലും അടുത്തു വന്നാലും കണ്ടാലും മേൽജാതിക്കാരുടെ ശുദ്ധി നഷ്ടപ്പെടുമെന്നാണ് അവർ കരുതിയിട്ടുണ്ടായിരുന്നത്. ഇനി കച്ചവട ബന്ധങ്ങൾ. പ്രാദേശിക കച്ചവടം ഉണ്ടായിരുന്നു, ദൂരദേശ കച്ചവടം ഉണ്ടായിരുന്നു, വിദേശ കച്ചവടം ഉണ്ടായിരുന്നു. പ്രാദേശിക കച്ചവടം പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ എന്താണ്, ചന്ത, അങ്ങാടികൾ ഇവിടെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നെല്ല്, അരി, പയറുവർഗ്ഗം, പച്ചക്കറി, വെറ്റില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഉപ്പ്, മീൻ ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദൂരദേശ കച്ചവടം പറയുമ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്ക്, ഇപ്പോൾ ഉദാഹരണം അന്ന് ഇതേപോലെ ഡിവിഷനൊന്നുമില്ല, ഇന്നുള്ള സ്റ്റേറ്റിൻ്റെ ആ പ്രദേശം എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഇന്നത്തെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, കലിംഗ, ഒഡീഷ തുടങ്ങിയ പ്രദേശങ്ങളിൽ ദൂരദേശ കച്ചവടം ഇത് നടത്തിയത് തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു പ്രധാന കച്ചവടക്കാർ. അരി, മുളക്, പരുത്തി, പട്ട്, മറ്റ് തുണിത്തരങ്ങൾ, കുതിരകൾ എന്നിവ ഇവിടേക്ക് കൊണ്ടുവന്നു. കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. വിദേശ കച്ചവടം അറിയാലോ, അറബികൾ, ചൈനക്കാർ, യൂറോപ്യന്മാർ. കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, ഏലം, മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ, തേങ്ങ എന്നിവ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അതേപോലെ തന്നെ സ്വർണം, ചെമ്പ്, ഈയം, ചീനക്കളിമൺ പാത്രങ്ങൾ, ചീനപ്പട്ട്, ചീനച്ചട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, നോക്കുക, പയ്യന്നൂർ പാട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ 5 വണ്ണം, മണിഗ്രാമം എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കുക, മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘമായിരുന്നു 5 വണ്ണവും മണിഗ്രാമവും. കരമാർഗം ശ്രദ്ധിച്ചു വെക്കുക, കരമാർഗം, കടൽ മാർഗവുമുള്ള കച്ചവടങ്ങളിൽ ഈ സംഘങ്ങൾ സജീവമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ പോർച്ചുഗീസുകാർ മലബാർ തീരത്ത് എത്തുന്നത് വരെ അറബികളും ചൈനക്കാരുമായിരുന്നു പ്രധാന കച്ചവടക്കാർ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 5 വണ്ണവും മണിഗ്രാമമായിരുന്നു. പിന്നീട് ചൈനക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയി. പോർച്ചുഗീസുകാർ വന്നപ്പോൾ യൂറോപ്യന്മാർ അവരുടെ നിന്ന് തട്ടിയെടുത്തു ഈ ഒരു അവകാശം. കടൽ മാർഗമുള്ള കച്ചവടത്തിന്റെ കുത്തക യൂറോപ്യന്മാർ പിന്നീട് നേടുകയാണ്. എന്താണ് തുഫ്തുൽ മുജാഹിദീൻ? മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ്. ഇത് ശ്രദ്ധിക്കുക, ഷെയ്ഖ് സൈനുദ്ദീൻ മക്തം രചിച്ച തുഫ്തുൽ മുജാഹിദീൻ എന്നാണ് ഇതിന് പറയുക. 16-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടത്. പോർച്ചുഗീസുകാരുടെ അധിനിവേശം, അവർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ ഇതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ വേറൊരു കാവ്യം കൊടുത്തിട്ടുണ്ട്, മൂഷക വംശകാവ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂഷക വംശകാവ്യം. കൊട്ടാരം കവി
അതുലനാണ് എഴുതിയത്. അപ്പോൾ മൂഷക വംശകാവ്യം എഴുതിയത് ആരാന്ന് ചോദിക്കും. ആരാണ്? അതുലൻ. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷക വംശകാവ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിത്രമാണ്. ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്ത് നാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ശ്രീകണ്ഠന്റെ കൊട്ടാരം കവി അതുലനാണ് ഈ കാവ്യം എഴുതിയത്. ഓക്കെ, അപ്പോൾ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള, ആര് മുതൽ ആര് വരെയാണ്? രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള മൂഷക വംശത്തെക്കുറിച്ച് എഴുതിയതാണ്. ഏഴിമലയായിരുന്നു അവരുടെ ആസ്ഥാനം. അങ്ങനെ മൂഷക വംശകാവ്യം, ഏഴിമല ആസ്ഥാനമായിട്ടുള്ള മൂഷക വംശകാവ്യം എഴുതിയതാരാണ്? അതുലൻ. അടുത്ത സാംസ്കാരിക സമന്വയം നോക്കുക. സാംസ്കാരിക സമന്വയം. ആശ്രമമുറ്റത്ത് ശത്രുത മറന്ന് വന്യമൃഗങ്ങൾ രമ്യതയിൽ കഴിയുന്നത് പോലെ വ്യത്യസ്ത ദേവതകളെ ആരാധിച്ചിരുന്നവർ മധ്യകാല കേരളത്തിലെ ഐക്യത്തോടെ വസിച്ചിരുന്നുവെന്ന് മൂഷക വംശകാവ്യത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ശ്ലോകമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കച്ചവടത്തിലൂടെ സാധനങ്ങളുടെ കൈമാറ്റത്തോടൊപ്പം സംസ്കാരവും സ്വാഭാവികമായിട്ടും സാംസ്കാരിക കൈമാറ്റം ഉണ്ടാവുമല്ലോ, സാധനം മാത്രമല്ലല്ലോ. ഓക്കെ, ഈ കച്ചവട ബന്ധങ്ങൾ വലിയൊരു സൗഹൃദം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് പങ്കുവഹിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രാഹ്മണര്, ജൈന, ബുദ്ധ വിഭാഗം, ജൂത, ക്രൈസ്തവ, ഇസ്ലാം വിഭാഗം ഇവരെല്ലാവരും കേരളത്തിൽ വ്യാപിച്ചത് ഈ മധ്യകാലഘട്ടത്തിലാണ്. അതിന് കച്ചവടത്തിന് വലിയൊരു പങ്കുണ്ട്. കേരളത്തിലെ ഭരണാധികാരികൾ എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ കണ്ടിരുന്നു. നാടുവാഴികൾ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമിയും മറ്റും ദാനമായി നൽകി, നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ബുദ്ധ, ജൈന, ക്രൈസ്തവ, ഇസ്ലാം മതവിശ്വാസങ്ങളിൽപ്പെട്ടവർക്കും നാടുവാഴികൾ പലതരത്തിലുള്ള അവകാശങ്ങൾ നൽകി. നാടുവാഴികൾ നൽകിയ അവകാശം, ഒന്നാമത്തത് പാലിയം ചെപ്പേടിൽ പറയുന്നതാണ്. ചെപ്പേട് ഏതാന്ന് ചോദിക്കും. പാലിയം ചെപ്പേട് ഇത്രയേ ഉള്ളൂ. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമന്ദിരത്തിന് കൊടുത്ത അവകാശം. അപ്പോൾ ബുദ്ധമന്ദിരത്തിന് കൊടുത്ത അവകാശമാണ് പാലിയം ചെപ്പേടിൽ പറയുന്നത്. അടുത്തത് CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൾ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങൾ. ഓക്കെ, ഇതാണ് തിരുമണ്ണൂർ ശാസനം. CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂര്, ആലത്തൂര്, തിരുമണ്ണൂര്, ചിതറാൾ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങൾ. അടുത്തത് വേണാട് നാടുവാഴി അയ്യനടികൾ. CE 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മാർ സപ്പീർ ഈശോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ് കേട്ടോ, നിർബന്ധമായും പഠിക്കണം. മാർ സപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാൻ തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം. മാർ സപ്പീർ ഈശോയ്ക്ക് കൊടുത്ത അവകാശം ഏത് ശാസനം വെച്ചിട്ടാണെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? തരിസാപ്പള്ളി ശാസനം. അടുത്ത ജൂത ശാസനം. ഓക്കെ, 5 വണ്ണം കച്ചവട സംഘത്തിലെ, ശ്രദ്ധിച്ചേക്കുക, 5 വണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാൻ പെരുമാൾ രാജാവായ ഭാസ്കര രവി 10-ാം നൂറ്റാണ്ടിൽ നൽകിയ അവകാശമാണ് ജൂത ശാസനം. അടുത്ത CE 13-ാം നൂറ്റാണ്ടിൽ നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്ക്, ഇവിടെ കൊടുത്തിട്ട് മുച്ചുന്തി മുസ്ലിം പള്ളിക്ക് കുന്നമംഗലത്ത് പുളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയ ശാസനമാണ് ഇത് മുച്ചുന്തിപ്പള്ളി ശാസനം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 11-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച അൽബറൂണി, അതേപോലെ തന്നെ 15-ാം നൂറ്റാണ്ടിൽ അബുർ റസാക്ക്, അവർ തന്ന വിവരങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 10-11 നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ആരാന്ന് ചോദിക്കും. ആരാണ്? അൽബറൂണി. അതേപോലെ തന്നെ 15-ാം നൂറ്റാണ്ടിൽ അബ്ദുർ റസാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലബാറിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല, അൽബറൂണി പറഞ്ഞാണ്. ഇനി അബുർ റസാക്ക് പറഞ്ഞത് മുസ്ലിങ്ങൾ സാമൂതിരിയുടെ സമ്മതത്തോടെ വലിയ പള്ളികൾ കോഴിക്കോട്ട് പണിയിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികളിൽ ഗാസിമാരെ നിയമിച്ച്
കൊടുത്തിട്ടുള്ളത് ആരാണ്? സാമൂതിരിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സാമൂഹിക നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമാണ്. ജാതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ജാതി പിന്നീട് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജാതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉണ്ടാവുമല്ലോ. വ്യത്യാസം എന്നൊരു സംഭവം അവിടെ വന്നില്ലേ? ഇന്നിക്വാളിറ്റി വന്നല്ലോ. ഓക്കെ. മധ്യകാലത്തിലെ സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിനായി നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിയിരുന്നു. പെരുമാൾ കാലത്ത് മുഴിക്കുളം കച്ചം എന്ന ഒരു പെരുമാറ്റ ചട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, മുഴിക്കുളം കച്ചം എന്ന പെരുമാറ്റ ചട്ടം അത് ബ്രാഹ്മണരും ക്ഷേത്രവും അടങ്ങുന്ന സമൂഹത്തിനായി പ്രധാനമായിട്ടും ബാധകമായിരുന്നതാണ്. നാട്ടുനടപ്പുകളായിരുന്നു പെരുമാൾ കാലത്തെ പൊതുസമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. പെരുമാൾ കാലത്തിന് ശേഷം കച്ചങ്ങൾ അപ്രത്യക്ഷമാവുകയും നാട്ടുനടപ്പുകളും നാട്ടാചാരങ്ങളും പ്രബലമാവുകയും ചെയ്തു. പെരുമാൾ കാലഘട്ടം പോയാലും അത് അങ്ങനെ തന്നെ അവിടെ നിന്നു. അവ കീഴ്മര്യാദകൾ എന്നറിയപ്പെട്ടു. അതായത് ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപ മര്യാദ, ശൂദ്രമര്യാദ, തൊഴിൽ കൂട്ടങ്ങൾ പരസ്പരം പാലിച്ചിരുന്ന ജാതി മര്യാദ, ഇങ്ങനെയുള്ള മര്യാദകൾ ലംഘിക്കപ്പെടാറില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ അത് കലഹത്തിലേക്ക് നയിക്കും. മര്യാദകൾ അനുസരിച്ചായിരുന്നു മുമ്പ് സൂചിപ്പിച്ച ഭൂ ഉടമ അവകാശ ബന്ധവും ജാതിമത ബന്ധവുമെല്ലാം സമൂഹത്തിൽ നിലനിന്നിരുന്നത്. സത്യപരീക്ഷകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കാനുള്ള പരീക്ഷയാണ് എന്ത്? സത്യപരീക്ഷ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വിഷപരീക്ഷ. ഓക്കെ, അതായത് വിഷപ്പാമ്പിന്റെ കൂട്ടിൽ കുറ്റം ചെയ്തയാൾ കൈവയ്ക്കുകയാണ്. പാമ്പ് കടിച്ചു പറഞ്ഞു വെച്ചാൽ കുറ്റം ചെയ്തു, ഇല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പറയുക. ഇത് ശൂദ്ര വിഭാഗത്തിന് കൊടുത്തിരുന്ന ഒരു ശിക്ഷയായിരുന്നു. ഇനി ജലപരീക്ഷ. മുതലയുള്ള കുളത്തിൽ കുറ്റം ചെയ്തയാളെ ഇറക്കും. മുതല പിടിച്ച കുറ്റം ചെയ്തു, ഇല്ലെങ്കിൽ ഇല്ല. അഗ്നിപരീക്ഷ. തിളച്ച എണ്ണയിലോ നെയ്യിലോ കുറ്റാരോപിതന്റെ കൈവിരൽ മുക്കും. വിരൽ പൊള്ളിയാൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണക്കാക്കും. ശുചീന്ദ്രൻ കൈമുക്ക് അക്കാലത്ത് അറിയപ്പെട്ട ഒരു അഗ്നിപരീക്ഷയായിരുന്നു. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാൾ അല്ലേ. അടുത്ത തൂക്ക് പരീക്ഷ. കുറ്റം ചെയ്ത ആളെ ആദ്യം ത്രാസിൽ ഇരുത്തും. എന്നിട്ട് അയാളുടെ ദേഹത്തിൽ ചെയ്ത കുറ്റങ്ങൾ എഴുതി വയ്ക്കും. എന്നിട്ട് ഒന്നുകൂടെ തൂക്കും. ആദ്യം തൂക്കി നോക്കും, വെയിറ്റ് ഇപ്പോൾ 70 കിലോ ആണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ ഇതൊക്കെ തൂക്കിയിട്ട് ഒന്നുകൂടെ തൂക്കി നോക്കും. വെയിറ്റ് കൂടുകയാണെങ്കിൽ കുറ്റം ചെയ്തു, ഇല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല. അത് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കായിരിക്കും തൂക്ക് പരീക്ഷ. അവരെന്തായാലും കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെ തെളിയും. അത് ഉറപ്പല്ലേ. ഓക്കെ. ഇനി ഇതുകൂടാതെ നാടുവാഴികളുടെ കാലത്ത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതിനായി വിഷപരീക്ഷ, ജലപരീക്ഷ, അഗ്നിപരീക്ഷ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ തൂക്ക് പരീക്ഷ ബ്രാഹ്മണരടങ്ങുന്ന മേലാളന്മാർക്ക് ഉണ്ടായിരുന്നതാണ്. അവരെപ്പോഴും രക്ഷപ്പെടും. ബാക്കിയുള്ളത് താഴേക്ക് ഇങ്ങനെ അവർ തന്നെ വെച്ചിട്ടുണ്ട്. കാന്തളൂർ ശാല. മധ്യകാല കേരളത്തിലെ വേദപഠന കേന്ദ്രങ്ങൾ ശാലകൾ എന്നാണ് അറിയപ്പെട്ടതെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാന്തളൂർ ശാല. കാന്തളൂർ ശാല ആരാണ്? കാന്തളൂർ ശാല നിലവിൽ വന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ശ്രദ്ധിക്കുക. കരുനന്ദടക്കൻ. നോക്കുക, കരുനന്ദടക്കൻ എന്ന ആയിരാജാവിന്റെ കരുനന്ദടക്കൻ എന്ന ആയിരാജാവിന്റെ കാലത്താണ് കാന്തളൂർ ശാല വന്നത്. വേദങ്ങൾക്ക് പുറമെ ഭാഷ, വ്യാകരണം, തത്വചിന്ത, നിയമം, ശാസ്ത്രം, ആയുധവിദ്യ എന്നിവയായിരുന്നു ശാലകളിലെ പഠന വിഷയം. പാർത്ഥിപുരം ശാല, തിരുവല്ല ശാഖ, മുഴുക്കുളം ശാല എന്നിവയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അടുത്ത മണിപ്രവാളം. സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യകൃതികളാണ് മണിപ്രവാളം എന്നറിയപ്പെട്ടത്. മണിപ്രവാളത്തിലെ സന്ദേശകാവ്യങ്ങളും ചമ്പുകാവ്യങ്ങളും, ചമ്പുകാവ്യം മീൻസ് ഗദ്യവും പദ്യവും കലർന്ന കാവ്യങ്ങൾ. അത് ചോദിക്കും, എന്താണ് ചമ്പുകാവ്യം ചോദിക്കും, മാർക്ക് ചെയ്യുക. ഗദ്യവും പദ്യവും കലർന്ന കാവ്യങ്ങളാണ് എന്ത്? ചമ്പുകാവ്യങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. മണിപ്രവാളം പറയുമ്പോൾ സംസ്കൃതവും മലയാളവും ഇടകലർന്നതിനെയാണ് മണിപ്രവാളം എന്ന് പറയുക. ഇനി പ്രാചീന കാലത്ത് കേരളം തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. തമിഴിന്റെ സ്വാധീനം ഉണ്ടാവും, സംസ്കൃതത്തിന്റെ സ്വാധീനം ഉണ്ടാവും. മണിപ്രവാളത്തിൽ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കുക, 12-ാം നൂറ്റാണ്ട് വരെയുള്ള ലിഖിതങ്ങളിൽ ഈ രൂപത്തിലുള്ള എഴുത്തുകൾ കാണാം. അതിനുശേഷം എഴുത്തുകളിൽ മലയാളത്തിന്റെ സ്വാധീനം കൂടി വന്നു. ആദ്യം തമിഴായിരുന്നു. 12-ാം നൂറ്റാണ്ട് വരെ തമിഴായിരുന്നു കൂടുതൽ. മണിപ്രവാളമൊന്നും ഉണ്ടായിരുന്നില്ല. 12-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മലയാളം കൂടി വന്നു. അങ്ങനെയാണ് എന്ത് വന്നത്? മണിപ്രവാളം വന്നത്. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട രാമചരിതം മലയാളത്തിലെ ആദ്യ കൃതിയാണ് ഏത്? രാമചരിതം. അതിൽ മണിപ്രവാളം ഇല്ല. ശ്രദ്ധിക്കുക, 14-ാം നൂറ്റാണ്ടോടെയാണ് മണിപ്രവാള സാഹിത്യകൃതികൾ രചിക്കപ്പെട്ടത്. ഓക്കെ, അതായത് 12-ാം നൂറ്റാണ്ട് വരെ പഴയ തമിഴിൻ്റെ അല്ലെങ്കിൽ തമിഴിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നത്. 12 മുതൽ 14 വരെ മലയാളം ഉണ്ടായിരുന്നു. 14-ന് ശേഷം മലയാളവും സംസ്കൃതവും ചേർന്ന് മണിപ്രവാളം വന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, വൈശിക തന്ത്രം, ഇതെല്ലാം വന്നത്. 15-ാം നൂറ്റാണ്ടോടെ ഇത്തരം രചനകളുടെ കാലം അവസാനിച്ചു. 15-ാം നൂറ്റാണ്ടിലെ നിരണം കവികളിൽപ്പെട്ട രാമപ്പണിക്കർ, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നിരണം കവികൾപ്പെട്ട രാമപ്പണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ രാമായണം, കണ്ണശ രാമായണം എന്നൊക്കെ കേട്ടില്ലേ, ഭാഗവതം, അതേപോലെ തന്നെ ശിവരാത്രി മാഹാത്മ്യം എന്നീ കൃതികളും മലയാള ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിരണം കവികൾപ്പെട്ട രാമപ്പണിക്കർ അഥവാ കണ്ണശനാണ് മലയാളത്തിൽ രാമായണം, ഭാഗവതം, ശിവരാത്രി മാഹാത്മ്യം എന്നീ കൃതികൾ എഴുതിയത്. കൃഷ്ണഗാഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ വീഡിയോയിൽ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് അക്കാലത്ത് മലയാളത്തിൽ രചിക്കപ്പെട്ട മറ്റൊരു കൃതി. പിന്നീട് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ, അതേപോലെ തന്നെ തുള്ളൽ സാഹിത്യത്തിൻ്റെ കുഞ്ചൻ നമ്പ്യാരുടെ, പിന്നെ അതേ സമയത്ത് തന്നെയാണ് ഏകദേശം പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന വരുന്നത്. പിന്നെ അതേപോലെ തന്നെ രാമപുരത്ത് വാര്യർ, അറിയില്ല, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുചേലവൃത്തം, വഞ്ചിപ്പാട്ട്. ജ്ഞാനപ്പാന ആരാണ്? പൂന്താനം. അതേപോലെ തന്നെ കുചേലവൃത്തം, വഞ്ചിപ്പാട്ട് ആരാണ്? രാമപുരത്ത് വാര്യർ. ഓക്കെ, അടുത്ത വടക്കൻ പാട്ടുകൾ. പോർവീരന്മാരെ പ്രകീർത്തിക്കുന്ന പാട്ടുകളാണ് തച്ചോളി ഓതേനൻ എന്ന പോർവീരനെ പുകഴ്ത്തുന്ന തച്ചോളിപ്പാട്ടും ആരോമൽ ചേകവരെ പുകഴ്ത്തുന്ന പുത്തൂരം പാട്ടും. അപ്പൊ തച്ചോളി ഓതേനൻ എന്ന പോർവീരനെ പുകഴ്ത്തുന്ന തച്ചോളിപ്പാട്ട്, അതേപോലെ തന്നെ ആരോമൽ ചേകവരെ പുകഴ്ത്തുന്ന പുത്തൂരം പാട്ടും ഇതിൽ പ്രധാനമാണ്. വടക്കൻ പാട്ട്. തെക്കൻ പാട്ട്, എന്താ തെക്കൻ പാട്ട്? ദേശചരിത്രം, വിവാഹം, ദേവതാ സങ്കല്പങ്ങൾ, പോർവീരന്മാരുടെ പ്രകീർത്തനങ്ങൾ, യക്ഷികൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ തെക്കൻ പാട്ടുകളിൽ വരുന്നുണ്ട്. ഇരവിക്കുട്ടിപ്പിള്ള പോരുപാട്ട്, പഞ്ചവങ്കാട്ട്, അതേപോലെ തന്നെ നീലിപ്പാട്ട് എന്നിവയെല്ലാം അതിന് ഉദാഹരണമാണ്. അടുത്ത തോറ്റം പാട്ട്, തെയ്യം, തിറ തുടങ്ങിയ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? തോറ്റം പാട്ട്. കൊയ്ത്തുപാട്ട്, ഞാറ്റുപാട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. പടപ്പാട്ട്, പട നയിക്കുന്നവരുടെ പാട്ടാണത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മുഹ്യുദ്ദീൻ മാലയെ കുറിച്ച് പറയുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഗാസി മുഹമ്മദ് മുഹ്യുദ്ദീൻ മാല എന്ന അറബി മലയാളത്തിൽ രചിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുഹ്യുദ്ദീൻ മാല അറബി മലയാളത്തിൽ എഴുതിയാണ്, ഗാസി മുഹമ്മദ് ആണ് എഴുതിയത്. പിന്നീട് മിഷണറിമാർ കൃതികൾ രചിച്ചിട്ടുണ്ടായിരുന്നു. മിഷണറിമാർ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സംക്ഷേപ വേദാർത്ഥം, പൂർണ്ണമായിട്ട് മലയാളത്തിൽ അച്ചടിച്ച കൃതിയാണ് സംക്ഷേപ വേദാർത്ഥം. പിന്നീട് അർണോസ് പാദ്രിയുടെ പുത്തൻപാന, പിന്നെ അതേപോലെ തന്നെ പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം. ആദ്യത്തെ യാത്രാ വിവരണം ഏതെന്ന് ചോദിക്കും മലയാളത്തിൽ. വർത്തമാന പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ആദ്യത്തെ യാത്രാ വിവരണം ആരാണ്? പാറേമാക്കൽ തോമാ കത്തനാർ. ഇനി ഇവിടെ ഒരുപാട് രൂപങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, തെയ്യം, പടയണി, ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, പരിചമുട്ട് കളി, കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, ചവിട്ട് നാടകം, ഇതിനെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ആരാണ്? സംഗമ ഗ്രാമമാധവൻ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്രജ്ഞനായിരുന്നു സംഗമ ഗ്രാമമാധവൻ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് കരുതപ്പെടുന്നത്. ഗണിതശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയതും പൈയുടെ വില കൃത്യപ്പെടുത്തിയതും ഇദ്ദേഹമാണ്. അതേപോലെ തന്നെ ത്രികോണമിതി, അതേപോലെ തന്നെ ബീജഗണിതം, ഓക്കെ, ട്രിഗണോമെട്രി, അതേപോലെ തന്നെ ബീജഗണിതം, അതിലൊക്കെ ഒരുപാട് സംഭാവന നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇത് സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോയത്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. ഇത് കുറച്ച് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ഈ കവിത ആരാണ് എഴുതിയെന്ന് ചോദിക്കും. ശ്രദ്ധിക്കുക, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുള്ളാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ആരാണ് എഴുതിയത്? മഹാകവി കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ഏതാനും വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് ഏത് കൃതിയിലാണെന്ന് ചോദിക്കും. ഏതാണ്? ദുരവസ്ഥ. ഇനി ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അക്കാലത്ത് അനേകം തിന്മകൾ, അവസര നിഷേധം, ചൂഷണം, ഇതെല്ലാം നിലനിന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ തുടങ്ങിയ പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. വിവേകാനന്ദനാണ് എന്ത് വിളിച്ചത്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് അയിത്തത്തിനെതിരെ കിണറുകൾ, വൈകുണ്ഠസ്വാമികളുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക,
കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമി. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. അപ്പൊ ഈ ശാസ്താംകോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്നെന്ന് പറയപ്പെടുന്ന ജാതിക്കാർക്ക് അവകാശം ഇല്ലാതിരുന്നു. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമി വെല്ലുവിളിച്ചു. അപ്പൊ അയിത്തത്തിനെ വെല്ലുവിളിക്കുകയാണ്, കിണർ കുഴിക്കണം, ആർക്ക് വേണമെങ്കിലും അതിന് വെള്ളം എടുക്കാമെന്ന് പറയാണ്. അങ്ങനെയാണ് ആ കിണറുകൾക്ക് പേര് കിട്ടിയത് മുന്തിരിക്കിണർ. എന്തായിരുന്നു? മുന്തിരിക്കിണർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുന്തിരിക്കിണർ. അടുത്തത്, ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ആര്? വൈകുണ്ഠസ്വാമികൾ. കൂടാതെ അദ്ദേഹം മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അപ്പൊ ചാന്നാർ ലഹളയ്ക്ക് അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിക്കും. ആരാണ്? വൈകുണ്ഠസ്വാമി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അതേപോലെ തന്നെ സമത്വ സമാജം, കേരളത്തിലെ ആദ്യത്തെ പരിഷ്കരണ പ്രസ്ഥാനമാണ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. 1836. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നല്ലേ പറയാം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീചഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീചഭരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം മാത്രം നമ്മൾ പറയുന്നുള്ള. അടുത്തത്, വിദ്യയും വിത്തവും. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായ ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ്, മാർക്ക് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളിലുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന അറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു. അങ്ങനെ വേദാധികാര നിരൂപണം, ശൂദ്രന്മാർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന കൃതിയാണ് ഇത്, വേദാധികാര നിരൂപണം. അതെഴുതി. പ്രാചീന മലയാളം, അതായത് മഴുവെറിഞ്ഞിട്ട് പരശുരാമൻ ഉണ്ടാക്കിയ കേരളം നേരെ ബ്രാഹ്മണർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രാചീന മലയാളം എന്നുള്ള കൃതിയിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇല്ല. അതേപോലെ തന്നെ ആദിഭാഷ, എല്ലാ ഭാഷകളുടെയും മാതാവ് തമിഴാണ്, ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളുടെയും മാതാവ് തമിഴാണ്, അതാണ് ആദിഭാഷ. ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജാതി മത ചിന്തകൾക്ക് അതീതമായി അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. അപ്പൊ ജനിച്ചത് കണ്ണൻമൂല, അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രിക്കാനുള്ള ചട്ടങ്ങൾ നടപ്പാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ ചട്ടമ്പി, ലീഡർ അല്ലെങ്കിൽ മോണിറ്റർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടത്. ഓക്കെ, ഇതുവരെയാണ് ചട്ടമ്പി സ്വാമികൾ. അടുത്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ളൊരു ഹെഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. എന്നോട് പറയാ, മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും
അവരുടെ ജാതി ഒന്നായതുകൊണ്ട്, ആ ജാതിയാണ് മനുഷ്യജാതി. അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിനു വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചു വെച്ചു: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. 1913 ആലുവയില് അദ്ദേഹം അദ്വൈതാശ്രമം സ്ഥാപിക്കുകയാണ്. പിന്നീട് അവിടെ സർവമത സമ്മേളനം നടന്നല്ലോ. അപ്പോൾ അതിലാണ് 1924 സർവമത സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഗുരുവിന്റെ പ്രഖ്യാപനമാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ജനങ്ങൾക്ക് ഇടയിലിറങ്ങി പ്രവർത്തിച്ചു. വെറുതെ ആശയം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. SNDP 1903. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഗുരു ജനിച്ചത്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവ ശതകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ് ടാഗോർ, ഗാന്ധിജി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതികൾ സ്ഥിരം ചോദിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക: ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവ ദശകം. അടുത്ത വിദ്യാലയം, പ്രധാന ദേവാലയം. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, അതേപോലെ തന്നെ കാരാമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ശിവഗിരി എന്നിവയെല്ലാം പ്രധാനപ്പെട്ടതായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടിനടുത്തായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടിനടുത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. കളവങ്കോട് എന്താ പ്രതിഷ്ഠിച്ചത്? ഓം എന്നെഴുതിയ കണ്ണാടി. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണമെന്നാണ് ഗുരു പറഞ്ഞത്. ഇനി ക്ഷേത്രമല്ല നിർമ്മിക്കേണ്ടത്, എന്താണ്? വിദ്യാലയങ്ങളാണ്. ഇനി ആരാധനാലയങ്ങളല്ല, വിദ്യാലയങ്ങളാണ്. അടുത്തത് വിദ്യാഭ്യാസം, സാമൂഹ്യ മൂലധനം. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനുള്ള, അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1904 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1904 അധസ്ഥിതർക്ക് വേണ്ടി മാത്രം ഒരു വിദ്യാലയം അദ്ദേഹം ആരംഭിച്ചു. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. വിദ്യാഭ്യാസം നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാണിത്: ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെങ്ങാനൂർ. സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. 1907 സാധുജന പരിപാലന സംഘം, വെങ്ങാനൂർ. ഇനി എന്താണ് വില്ലുവണ്ടിയിലെ ചരിത്ര യാത്ര എന്ന് നോക്കാം. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. ആരാണ് ആ വില്ലുവണ്ടി ഓടിച്ചത് എന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നമ്മൾ പോളിൽ ഒരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, ക്വിസ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. വില്ലുവണ്ടി ആരാണ് ഓടിച്ചത്? അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അടുത്ത കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴായ്മയുടെ ചിഹ്നമായിരുന്നു ഇത്. വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. അത്രയും ഉണ്ടായിരുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ് എന്നിവയായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ
ലക്ഷ്യം. അപ്പോൾ ഇത് ചോദിക്കും, 4-5 തന്നിട്ട് ഏതായിരുന്നു ലക്ഷ്യം എന്നൊക്കെ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. സഞ്ചാര സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ്. അടുത്ത, അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചിട്ടുണ്ട്. അടുത്ത, മാറ്റങ്ങൾ തൂലികയിലൂടെ സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുവാൻ സഹായിക്കുകയും വേണം. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. അടുത്ത, ഇത് കോട്ട്സ് ആണ്. അടുത്ത, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. അടുത്തത്, സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ആരാണതെല്ലാം പറഞ്ഞത്? ശ്രദ്ധിക്കുക, വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രയത്നിച്ചവരിൽ പ്രമുഖനായ വ്യക്തിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ. ഏതൊക്കെയാണ്? മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് അറിവിന്റെ വെളിച്ചം പകരാൻ അദ്ദേഹം മുസ്ലിം അൽ ഇസ്ലാം, ഇത് ചോദിച്ചാണ്, മുസ്ലിം അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി എന്ന പത്രവും അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പത്രമാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണ് മുസ്ലിം അൽ ഇസ്ലാം. അതേപോലെ തന്നെ മാഗസിന്റെ പേരാണ് സ്വദേശാഭിമാനി പത്രം. ഇനി അതേപോലെ തന്നെ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ നമുക്ക് പറയാം. അടുത്ത, സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂറിലെ രാജവാഴ്ചകളുടെയും അഴിമതികളുടെയും അനീതികളുടെയും ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് ഏത്? സ്വദേശാഭിമാനി പത്രം. 1910 പത്രം കണ്ടുകെട്ടി അന്നത്തെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിപ്പിച്ചപ്പോൾ, എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അടുത്ത, പ്രതിഷേധം പാട്ടിലൂടെ. ശ്രദ്ധിക്കുക, കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഇങ്ങനെ തുടങ്ങുന്ന കവിതയാണ്. അത് അവസാനിക്കുന്നത്, ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ആരാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളൊക്കെ അദ്ദേഹം അതിലൂടെ ആ പാട്ടിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ഇദ്ദേഹം, ശ്രദ്ധിക്കുക, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ തിരുവല്ലയിലെ ഇരവിപ്പേരൂർ, എവിടെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇരവിപ്പേരൂരാണ് ജനിച്ചത്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന അതും ഇദ്ദേഹം തന്നെയാണ്. 1909 PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഏതാണ്? PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 സ്ഥാപിക്കുകയാണ്. ജാതി വിവേചനം, ചൂഷണത്തിനെതിരെ ഇതിനെല്ലാം പ്രവർത്തിച്ച വ്യക്തിയാണ്. ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പരിശ്രമിച്ച ഇദ്ദേഹം 2 തവണ, മാർക്ക് ചെയ്യുക, 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അടുത്ത, യുദ്ധവിരുദ്ധ ജാഥ. 1ാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക, മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക്, എവിടെ നിന്നാണ്? മാരംകുളം ടു കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ജാഥ നടത്തിയത്. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എവിടെ മുതൽ ഏതുവരെയാണ്? മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ. മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ യുദ്ധവിരുദ്ധ ജാഥ. ആരാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവൻ. അടുത്ത,
അന്ധവിശ്വാസങ്ങൾക്കെതിരെ. മലബാറിൽ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് തിരുവിതാംകൂർ ആ ഭാഗത്തുള്ളതല്ലേ. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖനായ വ്യക്തിയാണ് ആര്? വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസം, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിപ്പിച്ചു. അതേപോലെ തന്നെ ആത്മവിദ്യാസംഘം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചു. സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. നോക്കപ്പോൾ വൈകുണ്ഠസ്വാമി, സമത്വ സമാജം. ഇനി ബാക്കിയുള്ളവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ആ ലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അടുത്ത സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക്. അപ്പോൾ അതിൽ കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ, പുരുഷാധിപത്യ കാഴ്ചപ്പാട്, ഇതുമൂലം സ്ത്രീകളുടെ കഷ്ടപ്പാട് വളരെ വലുതായിരുന്നു. തൊഴിലെടുക്കുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സവർണരിൽ നിന്ന് ചൂഷണം ഒരുപാട് നേരിടേണ്ടി വന്നു. സ്ത്രീകൾ നേരിട്ട ഇത്തരം ചൂഷണങ്ങൾക്കും വിവേചനത്തിനും എതിരെ ശബ്ദമുയർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ചാന്നാർ ലഹള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യകാല സമരങ്ങളിലൊന്നായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം, കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരം സ്ത്രീകളാണ് നയിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരവും സ്ത്രീകളാണ് നയിച്ചത്. കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരം സ്ത്രീകളാണ് നയിച്ചത്. അടുത്ത നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വം, വിവേചനം എന്നിവയ്ക്കെതിരെ ആ സമൂഹത്തിൽ നിന്ന് തന്നെ ശബ്ദം ഉയർന്നിട്ടുണ്ടായിരുന്നു. വി ടി ഭട്ടതിരിപ്പാട്, MRB മുതലായവർ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇതൊരു നാടകമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുത്ത പ്രേംജിയുടെ ഋതുമതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഋതുമതി ഇത് നാടകമാണ്. നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ തുറന്നു കാട്ടി. അതേപോലെ തന്നെ നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം എന്നിവര്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം എന്നിവരാണ്. സ്ത്രീ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനും എതിരായി കൂലി കൂടുതൽ, വസ്ത്രധാരണം എന്നിവയ്ക്ക് വേണ്ടിയും അതേപോലെ തന്നെ പുതിയ ആശയങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവ രൂപപ്പെട്ടു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മിഷണറി പ്രവർത്തനം നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞാണ്, എന്നാലും പറയുക. മിഷണറി എന്ന് പറയുമ്പോൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ ക്രിസ്ത്യൻ മിഷണറി സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതായിരുന്നു. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും അവരുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. ഈ വിദ്യാഭ്യാസ മുന്നേറ്റം കേരളത്തിൽ സാമൂഹികമായ ഉണർവിന് പ്രചോദനമേകി. LMS ഉണ്ട്, ലണ്ടൻ മിഷൻ സൊസൈറ്റി, അതേപോലെ തന്നെ CMS, അതേപോലെ തന്നെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ലണ്ടൻ മിഷൻ സൊസൈറ്റി, LMS എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ഏരിയയിലാണ്. CMS എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ കൊച്ചിനാണ്. BM എന്ന് പറയുമ്പോൾ മലബാർ പ്രദേശത്താണ്. ഓക്കെ, ഇനി ബാക്കി ഒരുപാട് നവോത്ഥാന നായകന്മാരുടെ പറയുന്നുണ്ട്. സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, അങ്ങനെ ഒരുപാട് പേരുടെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വലിയ ക്ലാസ്സുകൾ, അതായത് 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് നോക്കുമ്പോൾ വിശദമായിട്ട് പറയും പറഞ്ഞിട്ടാണ് ഇവരധികം അതിൽ സ്ട്രെസ് നൽകാത്തത്. ഇനി ഇവരെല്ലാം നവോത്ഥാന നായകരെല്ലാം മിക്കവാറും കൂടുതൽ ആളുകളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ മുന്നോട്ട് വന്ന ആളുകളായിരുന്നു. ഇത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചാണ്. അതേപോലെ തന്നെ ഇവർ മിക്കവാറും ഒരു മധ്യവർഗം അല്ലെങ്കിൽ താഴെയുള്ള വിഭാഗം എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. ഇതൊക്കെ ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു ലേഖനത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അത് എഴുതിയത് വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാര വെൻഹോഫ്. അൽവാര വെൻഹോഫിൻ്റെ ഒരു ലേഖനത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞത്, ഞങ്ങൾ കാപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത്, കാപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തിയത്. ഞങ്ങൾ കാലേക്കൂറ്റിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ പന്തരിനി എന്ന പട്ടണവും തൊട്ടടുത്തുണ്ട്. കാലേക്കൂറ്റിൽ ഇറങ്ങാനുള്ള വഴി അവർ പിന്നീട് കാട്ടിത്തന്നു എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ 1948 മെയ് 20 കാപ്പാട് ആരാണ് വന്നത്? വാസ്കോഡ ഗാമ. അവിടെ നിന്നാണ് ശരിക്കും കേരളം ആധുനികതയിലേക്ക് എന്നുള്ള പോർഷൻ ആരംഭിക്കുന്ന. കാരണം ഹിസ്റ്ററി എഴുതിയത് അവരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നാണ് ആധുനികത ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ഗുജറാത്തിയുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇബൻ മജീദ് എന്നാണ്. ഗുജറാത്തിയുടെ പേര് ഇബൻ മജീദ് എന്നാണ്. ഒരു ഇന്ത്യൻ കച്ചവടക്കാരനാണ് ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ, അതായത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, താഴേക്ക് പോകുന്ന സമയത്ത് അവർ തമ്മിലുള്ള പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി കുഞ്ഞാലി മരയ്ക്കാർ, ഓക്കെ, അതൊരാളല്ല, ഒരുപാട് ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാർ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. സാമൂതിരിയാണ് ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാന്മാർ. ഓക്കെ, അവരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ട. പുതുപ്പണമാണ് എന്തുള്ളത്? മരയ്ക്കാർ കോട്ടയുള്ളത്. ഇവർ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 1ാമൻ, 2ാമൻ, 3ാമൻ, 4ാമൻ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി 3ാമനാണ്. അങ്ങനെ ചോദിക്കും. ഓക്കെ, ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് സഹായിച്ചത് കുഞ്ഞാലി 3ാമനാണ്. ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ ഒരു അറബിക് കാവ്യം ഖാസി മുഹമ്മദ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഫത്തുഹുൽ മുബീൻ എന്നായിരുന്നു. ഫത്തുഹുൽ മുബീൻ എന്ന് പറയുമ്പോൾ വ്യക്തമായ വിജയം. ഓക്കെ, അതായത് ശരിക്കും വിജയിച്ചതാണ്, വ്യക്തമായ വിജയം. ഓക്കെ, അങ്ങനെ ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയിടും ഹിന്ദുവായുള്ളൊരു ഈ രാജാവിനെ കണ്ടുപഠിക്കിൻ സുൽത്താൻമാരെ എന്നാണ് അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കുഞ്ഞാലി 3ാമനാണ് ചാലിയൻകോട്ട തിരിച്ചു പിടിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പ്രകീർത്തിച്ച് ഖാസി മുഹമ്മദ് എഴുതിയ കൃതിയാണ് ഫത്തുഹുൽ മുബീൻ. ഓക്കെ, പിന്നീട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാരെ കൂടാതെ പിന്നീട് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ ഇവരൊക്കെ വരുന്നുണ്ട്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തുകയാണ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി ശരിക്കും അത് അവസാനിക്കണം. അതിന് മുമ്പ് തന്നെ ശരിക്കും അവസാനിക്കുന്നുണ്ട്. ഓക്കെ, ഇത് അതിൻ്റെ ആണിയടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഓക്കെ, പിന്നീട് 1741 അത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കുളച്ചിൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ആരെ തോൽപ്പിക്കുകയാണ്? ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ്. 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് മാർത്താണ്ഡവർമ്മ. ഡിലനോയിനൊക്കെ അറിയാലോ, വലിയ കപ്പിത്താൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരും പോയി. ഓക്കെ, പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുകയാണ്. അതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടുകൂടി അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, പരസ്പരം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ബ്രിട്ടീഷുകാർ മാത്രമായി അവശേഷിക്കുകയാണ്. കുറച്ച് പ്രദേശങ്ങൾ ഈ മാഹി, ആനം, കാരക്കൽ ഇതൊക്കെ ഫ്രഞ്ചുകാരുടെ കയ്യിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ധാരണയാവുകയാണ്. പിന്നെ ഇന്ത്യയുടെ കുറച്ചുകൂടെ മേലെ, അതായത് സൗത്ത് ഇന്ത്യയിലെ വരിക. എന്നാലും ഗോവ, ദാമൻ, ദിയു അതാർക്കും കൊടുത്തു? പോർച്ചുഗീസുകാർക്കും കൊടുത്തു. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 663 ഡച്ചുകാർ ആരെ തുരത്തി? പോർച്ചുഗീസുകാരെ. ഇനി ഡച്ചുകാരെ തോൽപ്പിച്ചത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ. യുദ്ധത്തിൻ്റെ പേര് കുളച്ചിൽ യുദ്ധം. 1741. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1741. ഓക്കെ, പിന്നീട് താഴെ വരുന്ന സമയത്ത് നോക്കുക, ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ള ബുക്ക് എഴുതിയത് ആരാന്ന് ചോദിക്കും. സർദാർ KM പണിക്കരാണ്. അദ്ദേഹം പറഞ്ഞത് കുളച്ചിൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നാശത്തിന് കാരണമായി. പ്ലാസി യുദ്ധം പോലത്തെ ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല. പക്ഷേ മലബാർ പിടിച്ചെടുക്കുന്ന ഡച്ചുകാരുടെ മോഹം ഇതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, പിന്നീട് 1615 ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയുമായിട്ട് സാമൂതിരി കരാർ ഒപ്പുവയ്ക്കുകയാണ്. അങ്ങനെ വിഴിഞ്ഞത്ത്, തലശ്ശേരിയിൽ, 5 തെങ്ങിൽ പാണ്ഡികശാലകൾ ആരംഭിക്കുകയാണ്. ഫാക്ടറി എന്നൊക്കെയാണ് പറയുക. ശരിക്കും ഫാക്ടറി എന്നല്ല, ഗുഡൗണ്, സംഭരണ കേന്ദ്രങ്ങളാണ്. അന്ന് ഫാക്ടറി ഒന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വിഴിഞ്ഞം, തലശ്ശേരി, 5 തെങ്ങിലൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, പിന്നീട് താഴേക്ക് വരുന്ന സമയത്ത് ആറ്റിങ്ങലിൽ ഒരു കലാപം ഉണ്ടാകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1721. ഓക്കെ, അതായത് പറയുന്നത്രേ ഉള്ളൂ. 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. അത് നമുക്ക് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായിട്ട് പോകുന്ന ബ്രിട്ടീഷുകാരോട് സ്വാഭാവികമായിട്ടും ദേഷ്യം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരെ അവർക്കെതിരെ കലാപം നടത്തി. ഇതാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കും. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. പിന്നീട് മൈസൂർ യുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാരും നമ്മുടെ ടിപ്പുവും
1792 ശ്രീരംഗപട്ടണത്ത് ഉടമ്പടി വെച്ചു. അത് ചോദിച്ചിട്ടുണ്ട്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1792. അങ്ങനെ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട്. പണ്ടേ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ അംഗീകരിച്ചപ്പോൾ കൊച്ചിയായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും അംഗീകരിച്ചു. തിരുവിതാംകൂർ നേരത്തെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അന്നൊരു സന്ധിയൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് സന്ധിയാക്കി മാറ്റിയത് 1795. അങ്ങനെ ശത്രുക്കൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്യണം. പിന്നീട് താഴേക്ക് വരുന്ന സമയത്ത് അവർ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആറ്റിങ്ങൽ കലാപം എന്ന് ഓർത്ത് വയ്ക്കുക, ആദ്യത്തെ സംഘടിത കലാപം. ഓക്കെ, ഇനി അതിൽ പറയുന്നത് കുണ്ടറ വിളംബരമാണ്. അത് ചോദിക്കും. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശപാരമ്പര്യമാണ്. നമ്മൾ അതിനൊന്നും സമ്മതിക്കില്ല. നമ്മൾ നമ്മുടെ ഇതിനെ നിൽക്കും. അവർക്ക് നമ്മൾ കഠിന ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്? വേലുത്തമ്പി ദളവ. ഓക്കെ, ഇനി താഴേക്ക് വരുന്ന സമയത്ത് നോക്കുക. കേരള സിംഹം പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് പഴശ്ശിരാജ. അദ്ദേഹം കേരള സിംഹം എന്ന് പറഞ്ഞിട്ട് ബുക്ക് എഴുതിയ സർദാർ KM പണിക്കരാണ്. അങ്ങനെയാണ് പഴശ്ശിരാജയ്ക്കൊക്കെ ആ പേര് വരുന്നത്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി പഴശ്ശി കലാപങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. കേരളവർമ്മ എവിടെയാണ് ഭരിച്ചത്? മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ആളാണ്. ടെക്സ്റ്റ് ബുക്കിലെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിലിപ്പോൾ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയപ്പോൾ എപ്പോഴാണ് മരിച്ചതെന്നൊക്കെ ചോദിക്കും. ഓക്കെ, എത്രയേ ഉള്ളൂ? 1805 നവംബർ 30 അദ്ദേഹം വധിക്കപ്പെട്ടു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, സഹായിയായിട്ടുണ്ടായിരുന്നത് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പ് നായർ, എടച്ചേന കുങ്കൻ നായർ എന്നിവരൊക്കെയാണ്. പഴശ്ശി സ്മാരകം നോക്കുക, എവിടെയാണ്? മാനന്തവാടിയിലാണ്. പഴശ്ശി ഡാം, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി താഴേക്ക് വരുന്ന സമയത്ത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. ഓക്കെ, തിരുവിതാംകൂറിൽ കൊച്ചിയിലും ഇതിലൊക്കെ ഇവർ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതായപ്പോൾ 1809 ജനുവരി 11, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുകയാണ്. വേലുത്തമ്പി ദളവ. ഓക്കെ, വേലുത്തമ്പി ദളവ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുത്ത് പോരാടാനൊക്കെ പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അദ്ദേഹത്തിന് പിടിച്ചു വെക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അദ്ദേഹം മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആത്മഹത്യയാണ്. മണ്ണടിയിൽ വെച്ചിട്ട് അരിശം തീരാതെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? കെട്ടിത്തൂക്കി. അങ്ങനെ പാലിയത്തച്ഛനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാലിയത്തച്ഛനെ അവർ നാട് കടത്തുകയൊക്കെ ചെയ്തു. ഓക്കെ, കൊച്ചിയിലാണ് പാലിയത്തച്ഛൻ. ഇനി കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അങ്ങനെ കേരളം ഒരുപാട് സംഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. നോക്കുക, നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, യവനപ്രിയ, അടയ്ക്ക, ഇരുമ്പയിര്. ഇറക്കുമതി ചെയ്യുന്ന ഏതൊക്കെയാണ്? തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹോൽപ്പന്നങ്ങൾ. അങ്ങനെ കേരളത്തിൽ വ്യാപാര കുത്തികയാകുമ്പോൾ സ്വാഭാവികമായിട്ടും റെയിൽവേ ലൈൻ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ ലൈൻ വരുന്നത് ചോദിക്കും 1861 ബേപ്പൂർ ടു തിരൂർ. അത് ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ബേപ്പൂരിൽ കൊണ്ടുപോയിട്ട് കപ്പൽ കയറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ റെയിൽപാത നിർമ്മിച്ചത്. അങ്ങനെ അളവ് തൂക്ക സമ്പ്രദായം, നാണയം എല്ലാം അവർ അങ്ങനെ ആക്കി മാറ്റുകയാണ്, ഏകീകരിക്കുകയാണ്. അങ്ങനെ ഭൂഖണ്ഡങ്ങളിലുണ്ടായ മാറ്റം എന്താണെന്ന് പറയുമ്പോൾ അതിൽ ഈ മലബാർ കുടിയാൻ നിയമം, ലോഗൻ കമ്മീഷനൊക്കെ നിയമിച്ച പ്രകാരം മലബാർ കുടിയാൻ നിയമം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1929 മലബാർ കുടിയാൻ നിയമം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, പണ്ടാരപ്പാട്ട വിളംബരം 1865 അത് തിരുവിതാംകൂറിലാണ്. ഓക്കെ, പണ്ടാരം വക എന്ന് പറയുമ്പോൾ സർക്കാർ വക എന്നാണ്. പണ്ടാരപ്പാട്ട വിളംബരം. പിന്നെ അതേപോലെ തന്നെ 1896 ജന്മി കുടിയാൻ നിയമം. അപ്പോൾ തെറ്റിക്കരുത്. 1929 മലബാർ കുടിയാൻ നിയമം, 1896 ജന്മി കുടിയാൻ നിയമം തിരുവനന്തപുരത്ത്. ഓക്കെ, തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1914 എവിടെ വന്നത്? കൊച്ചിയിൽ വന്നതെന്നും അതിൽ പറയുന്നുണ്ട്. 1914 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടാരപ്പാട്ട വിളംബരം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാർഷിക മേഖല വാണിജ്യവൽക്കരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാപ്പി, തേയില, ഏലം, റബ്ബർ, അങ്ങനെ തേക്ക് എല്ലാം അങ്ങനെ പോവുകയാണ്. നോക്കുക, കനോലി പ്ലോട്ട് നോക്കുക. 1823 മുതൽ 38 വരെ 1500 ഏക്കറിലാണ് തേക്ക് വെച്ച് പിടിപ്പിച്ചത്. പിന്നീട് ഇത് കനോലി പ്ലോട്ട് എന്നറിയപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിലാണ് ഇവർ വെച്ചത്. ഹെൻറി വാലന്റൈൻ കനോലി. ഓക്കെ, കനോലിയെ കമ്പനി ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് നിലമ്പൂർ. ഓക്കെ, നിലമ്പൂരാണ് കനോലി പ്ലോട്ട് ഉള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ തെങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശ്രദ്ധിക്കുക, തെങ്ങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ മരിക്കാൻ തുടങ്ങി. കാരണം തെങ്ങ് കൃഷിക്ക് ഒരുപാട് സ്ഥലമാണല്ലോ, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിലാണ് അത് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ മരച്ചീനി കൃഷി വ്യാപിപ്പിച്ചു.
ഓക്കെ, അപ്പോൾ അത് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ ചെയ്തിട്ട് തന്നെയാണ് കൊന്നത്. പിന്നീട് നമ്മൾ വിശാഖം തിരുനാളാണ് ഇത് പറഞ്ഞത്. അങ്ങനെ വിശാഖ് എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ കിട്ടുന്നുണ്ട്. മരച്ചീനിയുടെ ഒരു ഇനത്തിന് പറയുന്ന പേരാണെന്ത്, വിശാഖ്. ഓക്കെ, അടുത്ത പരമ്പരാഗത വ്യവസായങ്ങളെക്കുറിച്ചാണ് പിന്നീട് അതിൽ പറയുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആലപ്പുഴ 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ, തൃശ്ശൂരിലെ ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും ആരംഭിച്ചു. ഡാറാസ് മെയിൽ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കയർ ഫാക്ടറി വരികയാണ് ഇവിടെ 1859 ഫറോക്കിലെ ഓട്ട് കമ്പനിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി താഴേക്ക് വരുന്ന സമയത്ത് ആധുനിക വ്യവസായങ്ങൾ ഇത് എവിടെയാണെന്നുള്ളത് ചോദിക്കും. ഏതാണ് സ്ഥലം? ഓക്കെ, പുനലൂർ പേപ്പർ മില്ല് എവിടെയാണ്? കൊല്ലം. FACT എറണാകുളം. കുണ്ട്ര സെറാമിക്സ് കൊല്ലം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റബ്ബർ വർക്ക്സ് ഓക്കെ തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമില്ല് കൊച്ചി. അപ്പോൾ അതെവിടെയാണ് നോക്കുക. ഇനി അതേപോലെ തന്നെ നമ്മുടെ ബാങ്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മൂലധനം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ വന്നു. അങ്ങനെ ആദ്യമായിട്ടൊരു സ്വകാര്യ ബാങ്ക് വരികയാണ്. ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. അപ്പു നെടുങ്ങാടി ആരംഭിച്ച നെടുങ്ങാടി ബാങ്ക്. ആദ്യത്തെ നോവലായ കുന്തലത എഴുതിയ അപ്പു നെടുങ്ങാടി ആരംഭിച്ച നെടുങ്ങാടി ബാങ്ക്. പിന്നീട് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കുകൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നീട് സ്വകാര്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ബ്രിട്ടീഷുകാർ കൈകടത്തുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവൊക്കെ അച്ചടിച്ചത്. ഒരു മിഷണറിമാരാണ് തുടങ്ങിയത്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കി. ആരാണ് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാദ്രിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് ഇത് സംക്ഷേപ വേദാർത്ഥം. ഓക്കെ, ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറഞ്ഞ വ്യക്തി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, തെറ്റിക്കരുത്, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സ്റ്റാർട്ട് ചെയ്തത് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഓക്കെ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഓക്കെ, അതേപോലെ തന്നെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് തലശ്ശേരിയിൽ നിന്ന് ഒരു പേപ്പർ പ്രസിദ്ധപ്പെടുത്തുന്നത്, രാജ്യസമാചാരം, പിന്നെ പശ്ചിമോദയം എന്ന് പറഞ്ഞിട്ട്. ഹെർമൻ ഗുണ്ടർട്ട് അദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണ്. അപ്പോൾ തെറ്റിക്കരുത്. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാദ്രിയാണ്. മലയാള ഭാഷയിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഡിക്ഷണറി തുടങ്ങിയത്. മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി തുടങ്ങിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അദ്ദേഹം തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് മിഷണറി സംഘം നോക്കുക. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS തിരുവിതാംകൂറിൽ പ്രവർത്തിക്കുന്നു. CMS പ്രവർത്തിച്ചിരുന്നു. CMS ഓക്കെ, ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി, തിരുവിതാംകൂർ. CMS കോളേജ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM എവിടെയാണ്? മലബാറിൽ. അങ്ങനെ ജാതി ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗൗരി ലക്ഷ്മിബായി, ഇതിൻ്റെയൊക്കെ സ്വാധീന ഫലമായിട്ട് ഗൗരി ലക്ഷ്മിബായി 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1817 ഗൗരി പാർവതിബായി പ്രൈമറി വിദ്യാഭ്യാസം എന്താക്കി? സൗജന്യമാക്കി. ഓക്കെ, ഇനി താഴേക്ക് പോകുന്ന സമയത്ത് പിന്നീട് നമ്മൾ കുറ്റവും ശിക്ഷയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, സത്യപരീക്ഷകളൊക്കെ പിന്നെ അതൊക്കെ മാറുകയാണ്. അങ്ങനെ ഒരുപാട് പുതിയ പുതിയ പോയിന്റ്സ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. ഇനി പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളുമാണ്. ഓക്കെ, പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും അല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലേ ആര്? വിവേകാനന്ദ. കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? വിവേകാനന്ദനാണ്. 1897 വെച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഓക്കെ, അത് ഷൊർണൂർ വെച്ചിട്ടാണ്. ഇവിടെ ട്രെയിൻ ഇറങ്ങുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കേരളത്തെക്കുറിച്ച് പരാമർശം നടത്തിയത്. താഴേക്ക് പോകുന്ന സമയത്ത് താഴ്ന്ന ജാതിക്കാരോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അതിൽ താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്നവരോട് കേട്ടോ, അങ്ങനെ താഴ്ന്നു ഉയർന്നതൊന്നുമില്ല. ഓക്കെ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഇത് സ്ഥിരം ചോദിക്കും. അപ്പോൾ നവോത്ഥാനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. വൈകുണ്ഠസ്വാമി സമത്വ സമാജം 1836 അല്ലേ. ബാക്കിയുള്ളതിൻ്റെ വർഷം ജസ്റ്റ് നിങ്ങളെ നോക്കിപ്പോവുക. ചട്ടമ്പി സ്വാമി കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. അടുത്ത ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. അടുത്ത ചാവറച്ചൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഓക്കെ, അടുത്തത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഓക്കെ, അടുത്തത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകനാരാണെന്ന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത് സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ
അരയ സമാജം, നേരെ തിരിച്ചാൽ ചോദിക്കുക, അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, അടുത്തത് മന്നത്ത് പത്മനാഭൻ NSS നായർ സർവീസ് സൊസൈറ്റി. അടുത്ത VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിക്കും. അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? കുമാരഗുരുദേവൻ, പൊയ്കയിൽ യോഹനൻ, കുമാരഗുരുദേവൻ. ഇത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. നവോത്ഥാനത്തിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇനി താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക ഗുരുവിൻ്റെ ആത്മോപദേശ ശതകവും ദൈവ ദശകത്തിലെയും വരികളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ആത്മോപദേശ ശതകത്തിൽ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കൃതികളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് മേൽമുണ്ട് ധരിക്കാനുള്ള സമരം, ചാന്നാർ സ്ത്രീകൾ നടത്തിയ സമരം, ഉത്രാം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനുവാദം കൊടുത്തത്. ഓക്കെ, 1859. ഓക്കെ, ചാന്നാർ ലഹള. ഓക്കെ, ഇനി താഴേക്ക് വരുന്ന സമയത്ത് 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണത് എന്നെവിടെയാണ്? അരുവിപ്പുറ ക്ഷേത്രത്തിന് മുന്നിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള ആഹ്വാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. വിദ്യാലയങ്ങൾ, വായനാശാലകൾ. പിന്നെ അദ്ദേഹം സർവ്വമത സമ്മേളനം ആലുവയിൽ വെച്ച് നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് വൈക്കം സത്യാഗ്രഹം. അതിൽ പറയുന്നുണ്ട് 1924 സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. TK മാധവൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TK മാധവൻ. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെ വൈക്കം ക്ഷേത്രത്തിന് മുന്നിലൂടെ യാത്ര ചെയ്യാൻ അവർണജാതിയിൽപ്പെട്ടവർക്ക് അനുവാദമില്ലായിരുന്നു, അതിനു വേണ്ടി നടത്തിയത്. പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം. AK ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായി മർദ്ദനം കിട്ടിയത് P കൃഷ്ണപിള്ളയ്ക്കാണ്. അതിൻ്റെ ഫലമായിട്ട്, ഇതൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ട് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു തിരുവിതാംകൂറിൽ. പിന്നീട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ അതിലൊരു പേര് വിട്ടുപോയത് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മന്നത്ത് പത്മനാഭനും ME നായിഡു എന്ന് പറഞ്ഞ വ്യക്തികളും രണ്ട് വ്യത്യസ്ത ദിശകളിൽ നിന്ന്, വൈക്കത്തു നിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്കാണ്, ഒരാൾ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. ഓക്കെ, അങ്ങനെ അവർ സവർണ ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഈ വളണ്ടിയർ ക്യാപ്റ്റൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. AK ഗോപാലൻ. ഈ നടന്ന വർഷവും നോക്കുക. വൈക്കം സത്യാഗ്രഹം 24, ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഓക്കെ, ഇനി ദേശീയ പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ പ്രസ്ഥാനം വരുമ്പോൾ മലബാർ ഒരു ഏകീകൃത സ്വഭാവം ആയിരുന്നില്ല. കാരണം കേരളം ഒരു ഏകീകൃത സ്വഭാവമായിരുന്നില്ല. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ മലബാറിൻ്റെ കാര്യം നോക്കുകയാണ്. ഓക്കെ, മലബാറിൻ്റെ 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. 1916 ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അങ്ങനെ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ അധ്യക്ഷ ആരായിരുന്നു? ആനി ബസന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാലക്കാട് വെച്ചിട്ടാണ് മീറ്റിംഗ് നടന്നത്. 1916 പാലക്കാടിൽ വെച്ചിട്ട് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ അധ്യക്ഷ ആരായിരുന്നു? ആനി ബസന്റ്. ഒരുപാട് പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. 1920 മഞ്ചേരിയിൽ നടന്ന അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. പിന്നീട് 20-ന് ശേഷം നടന്നത് അഖില കേരള സമ്മേളനമായിരുന്നു. അപ്പോൾ മലബാറിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. മലബാറിൽ വളരെ ഇമ്പോർട്ടൻ്റ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ സമ്മേളനം, പ്രഥമ സമ്മേളനം എവിടെ വെച്ച് നടന്നു? പാലക്കാട് വെച്ച് നടന്നു. ആരായിരുന്നു അധ്യക്ഷ? ആനി ബസന്റ്. പിന്നീട് 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയൊക്കെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം 5 തവണ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അദ്ദേഹം മലബാർ അദ്ദേഹം തുടങ്ങുന്ന ഖിലാഫത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റ്. ഓക്കെ, കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റ്. അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറി ആയിട്ട് ഖിലാഫത്ത് കമ്മിറ്റി അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു ഖിലാഫത്തിൻ്റെ പ്രസിഡന്റ്. അബ്ദുറഹിമാൻ സാഹിബായിരുന്നു എന്ത്? സെക്രട്ടറി. ഓക്കെ, പിന്നീട് 1921 മലബാർ കലാപം എന്ന് അവർ വിശേഷിപ്പിച്ച, ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച കലാപം നടക്കുന്നുണ്ട്. ഓക്കെ, അത് പിന്നീട് 1930 നിയമലംഘന പ്രസ്ഥാനം, അവിടെ നമ്മൾ ഉപ്പ് കുറിക്കേണ്ട കാര്യം പറഞ്ഞല്ലോ, ഇവിടെ കേളപ്പനാണ് നടന്നത്. കൂടുതൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് അബ്ദുറഹിമാൻ സാഹിബിനൊക്കെയാണ്. ഓക്കെ, കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? അബ്ദുറഹിമാൻ സാഹിബ്. കേരള സുഭാഷ് ചന്ദ്രബോസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത പൂക്കോട്ടൂർ യുദ്ധം. ഓക്കെ, അതായത് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇത് വലിയൊരു കലാപത്തിലേക്ക് നയിക്കുകയാണ് പൂക്കോട്ടൂരിൽ വെച്ചിട്ട്. അതാണ് പിന്നീട് 1921 മലബാർ കലാപത്തിന് കാരണമായിട്ട് മാറിയത്. ഓക്കെ,
പിന്നീട് നമ്മൾ പറഞ്ഞു ഉപ്പ് സത്യാഗ്രഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം 34 നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1939 ഇവർ പി കൃഷ്ണപിള്ള, EMS, AKG ഇവരൊക്കെ കൂടിയിട്ട് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. പിന്നീട് 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയത്. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി. പിന്നെ കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ KB മേനോൻ, ശ്രദ്ധിക്കുക, KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് തുടങ്ങിയവരൊക്കെ ഫറോക്ക് പാലം തകർക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് കീഴരിയൂർ ബോംബ് കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നടന്നപ്പോൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നേതാക്കളെ ചോദിക്കും. അതേപോലെ തന്നെ നമ്മുടെ INC മലബാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്തൊരു പേരാണ് സർ C ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് സ്ഥാനം രാജിവെച്ചതാരാന്ന് ചോദിക്കും. അദ്ദേഹം ഗാന്ധി മാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ബുക്ക് എഴുതിയത്. ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ബുക്ക് എഴുതിയത് ആരാന്ന് ചോദിക്കും. ആരാണ്? സർ C ശങ്കരൻ നായർ. 1887 അമരാവതി സമ്മേളനം. INCയുടെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളിയാണ് ആര്? സർ C ശങ്കരൻ നായർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് പടപ്പാട്ട് എഴുതിയത്. കമ്പളത്ത് ഗോവിന്ദൻ നായർ. താഴേക്ക് വരുന്ന സമയത്ത് തിരുവിതാംകൂറിൽ എന്താണ് നടന്നതെന്നുള്ളതാണ്. തിരുവിതാംകൂറിൽ 1891 മലയാളി മെമ്മോറിയൽ, അതായത് തമിഴ്നാട്ടിലുള്ള തമിഴ് ബ്രാഹ്മണർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ജോലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ എഴുതി ഒപ്പിട്ടതാണ് എന്ത് മലയാളി മെമ്മോറിയൽ. പിന്നീട് 1896 ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നുണ്ട് രാജാവിന്. ഇത് രണ്ട് സമർപ്പിച്ച ശ്രീമൂലം തിരുനാളിനെയാണ്. പിന്നീട് അതിനുശേഷം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുന്നുണ്ട്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, വലിയ വിശദീകരിച്ചൊന്നും പറയുന്നില്ല, മാത്രം ജസ്റ്റ് പഠിച്ചാൽ മതി. ഇനി പുന്നപ്ര വയലാറിനെ കുറിച്ചിട്ട് ഒരു ലേഖനം C കേശവൻ എഴുതുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇത് അധികം ഇമ്പോർട്ടൻ്റ് ആയ സംഭവമൊന്നുമല്ല. ഇനി താഴേക്ക് വരുന്ന സമയത്ത് നിവർത്തന പ്രക്ഷോഭം. 1932. ജനസംഖ്യ ആനുപാതികമായിട്ട് ജോലികളിൽ സംവരണം വേണം പറ്റാണ് നിവർത്തന പ്രക്ഷോഭം വരുന്നത്. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവർത്തന പ്രക്ഷോഭം വരുന്നുണ്ട്. ഈ രാമകൃഷ്ണ പിള്ളയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടുകടത്തിൽ, എൻ്റെ നാടുകടത്തിലാണ് ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ കേട്ടോ, മലയാളത്തിൽ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ. താഴെ വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ദൈവം കല്ലും മരവുമല്ല, എൻ്റെ രാജാവ് അഴിമതിക്കാരായ രാജസേവകരുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് ആരെ എഴുതിയെന്ന് ചോദിക്കാം. K രാമകൃഷ്ണപിള്ള. 1938 പട്ടംതാണു പിള്ള പ്രസിഡൻ്റായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നുണ്ട്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ തിരുവിതാംകൂർ ചേരില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ കുറച്ച് ആൾക്കാർ മുന്നോട്ട് വരികയാണ്. അങ്ങനെയാണ് 1946 പുന്നപ്ര വയലാർ സമരം. ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്കെതിരെ പുന്നപ്ര വയലാർ സമരം വരുന്നത്. പുന്നപ്ര വയലാർ സമരം. അടുത്തത് കൊച്ചിയിൽ 1936 വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സമരമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൻ്റെ പേര് ഇലക്ട്രിസിറ്റി സമരം എന്നാണ്. 1936 ഒരു സ്വകാര്യ നിർമ്മാണ കമ്പനിക്ക് ഇലക്ട്രിസിറ്റിയുടെ ഇത് കൊടുത്തപ്പോൾ, തൃശ്ശൂരിൽ കൊടുത്തപ്പോൾ അങ്ങനെ നടത്തിയ സമരമാണ് ഇലക്ട്രിസിറ്റി സമരം 1936. പിന്നീട് കുറച്ച് പ്രക്ഷോഭങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇലക്ട്രിസിറ്റി സമരം നടന്ന എപ്പോഴാണ് നോക്കുക? 1936. ഇക്കണ്ട വാര്യർ അവിടുത്തെ ദിവാനൊക്കെ ആയിരുന്നു. അന്ന് ദിവാനായിരുന്നു RK ഷൺമുഖം ചെട്ടിയാണ് കേട്ടോ. ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകൾ എന്താണ് സംഭാവന നൽകിയത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ചിത്രം കൊടുത്തിട്ടുണ്ട്. AV കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ, ആനിമ സ്ക്രീൻ. നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് ആ പേരൊന്ന് നോട്ട് ചെയ്യാം, ഒരു ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അതായത് അപ്പോൾ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട്. 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് മഹിളാ സമ്മേളനം ചേരുന്നുണ്ട്. ആദ്യത്തെ മഹിളാ സമ്മേളനമാണ്. ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നൊക്കെ അറിയപ്പെടുന്ന അക്കാമ്മ ചെറിയാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അതേപോലെ തന്നെ കൗമുദി ടീച്ചറിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഗാന്ധിജി കേരളത്തിലേക്ക് വന്ന സമയത്ത് വടകരയിൽ സംസാരിക്കുമ്പോൾ ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട്
അവിടെ എല്ലാം സമർപ്പിക്കണം, അവരുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊക്കെ സമർപ്പിക്കണം, ഭാവിയിൽ സ്വർണ്ണം ഉപയോഗിക്കില്ല എന്ന് പറയാണ്. ഓക്കെ, കൗമുദി ടീച്ചർ. ഓക്കെ, പിന്നെ 34 അല്ലേ. ഓക്കെ, അടുത്ത് ഐക്യ കേരളത്തിലേക്ക്. ഒരേ ഭാഷ സംസാരിക്കുന്ന മലയാളികൾ 3 വ്യത്യസ്ത മേഖലകളിലായി ഭിന്നിച്ച് കിടക്കുമ്പോൾ 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം പറയുന്നുണ്ട്, ഇനി കോൺഗ്രസ് സമ്മേളനം പ്രദേശങ്ങളായിട്ട് വേണ്ട, ഒരേ ഭാഷ സംസാരിക്കുന്നവർ മതി പറയണം. അങ്ങനെയാണ് 1921 20-ലായിരുന്നില്ല അവസാനത്തെ മലബാർ സമ്മേളനം. 21 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് 1-ാം കേരള സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശം, ആന്ധ്ര കേസരി ആരായിരുന്നു? ടി പ്രകാശം, അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. 1916 1-ാം മലബാർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആരായിരുന്നു? നോർത്ത് നോക്കുക. ഓക്കെ, ഇത് ടി പ്രകാശമായിരുന്നു. അങ്ങനെ പിന്നീട് പയ്യന്നൂരിൽ വെച്ചിട്ട് സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട് 28 അല്ലേ. ഓക്കെ, പയ്യന്നൂരിൽ വെച്ച് സമ്മേളനം നടക്കുന്ന സമയത്ത് നെഹ്റു പറയുന്നുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, ഒരു പ്രത്യേക സംസ്ഥാനം വേണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ഒരു ഐക്യ കേരള കൺവെൻഷൻ കൂടുന്നുണ്ട്. ഓക്കെ, ആലുവയിൽ വെച്ച് ഐക്യ കേരള സമ്മേളനത്തിൽ ഐക്യ കേരള പ്രമേയം പാസ്സാക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് 1941 ജൂലൈ 1 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജൂലൈ 1 തിരുവിതാംകൂറയും കൊച്ചിനെയും യോജിപ്പിച്ചുകൊണ്ട് തിരുകൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നുണ്ട്. തിരുകൊച്ചി. ഓക്കെ, മലയാളികളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം പറഞ്ഞിട്ടാണ് EMS 1.25 കോടി മലയാളികൾ എന്ന ബുക്കൊക്കെ എഴുതുന്നത്. 1.25 കോടി മലയാളികൾ, നമ്മളെല്ലാവരും ഒന്നാണ്, 1.25 കോടി മലയാളികൾ. ബാക്കിയുള്ള ബുക്കുകളുടെ പേര് ഓരോ സംസ്ഥാനത്തിൻ്റെ ഓരോ ആൾക്കാർ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിടുന്ന വെല്ലുവിളികൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് നമ്മളിടും. ഓക്കെ, ഇനി അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന ബുക്ക് എഴുതിയതാരാണ്? EMS. ഓക്കെ, അങ്ങനെ 1956 ഫസൽ അലി കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരള സംസ്ഥാനം എന്തായി? രൂപീകൃതമായി. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്ത്, കുറച്ചെണ്ണം നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ താലൂക്കുകൾ നമ്മൾ മദ്രാസി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു, തമിഴ്നാട്ടിന് വിട്ടുകൊടുത്തു. എന്നിട്ട് തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായ കാസർഗോഡ്, ഹോസ്ദുർഗൊക്കെ കേരളത്തിന് കിട്ടി. അതേപോലെ തന്നെ ഇടുക്കിയിൽ കുറച്ച് പ്രദേശങ്ങളൊന്നും കേരളത്തിന് കിട്ടുകയാണ്. ഓക്കെ, ഇനി താഴത്തേക്ക് വരുന്ന സമയത്ത് ഐക്യ കേരള പ്രതിജ്ഞയുണ്ട്. ഓക്കെ, ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാരാണ്? NV കൃഷ്ണവാര്യർ എഴുതിയതാണ്. NV കൃഷ്ണവാര്യർ, തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേരളത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്ററോട് കൂടി ഇത് അവസാനിക്കും. ഓക്കെ, നോക്കുക, നമ്മൾ ആദ്യത്തിൽ പോർച്ചുഗീസുകാർ എന്തായിരുന്നു? പോർച്ചുഗീസ് എന്താ വരിക? കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ പോരാട്ടങ്ങൾ അല്ലേ വരിക പോർച്ചുഗീസുകാർ. ഓക്കെ, ഡച്ചുകാരെന്താ വരിക? കുളച്ചിൽ യുദ്ധം. ഫ്രഞ്ചുകാരെന്താ വരിക? കർണാട്ടിക് യുദ്ധം. ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ.